നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിംഗ് പാർട്ട് സി ആട്ടോ. നല്ലൊരു എക്സ്ട്രാക്ട് ആണ്. സോ യൂഷ്വലി ഇൻ റീഡിംഗ് പാർട്ട് സി നമുക്ക് 2 ഡിഫറെന്റ് എക്സ്ട്രാക്റ്റുകളാണ് കിട്ടുക. ആൻഡ് ടുഗെദർ രണ്ടിനും കൂടി ഒരുമിച്ച് എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം 2 എക്സ്ട്രാക്റ്റിനും കൂടി ഒരുമിച്ച് 2 എക്സ്ട്രാക്ട് പ്ലസ് പാർട്ട് ബിക്ക് ഒരുമിച്ച് പാർട്ട് ബിയും പാർട്ട് സിയും ഒരുമിച്ച് നിങ്ങൾക്ക് 45 മിനിറ്റ് ആണ് കിട്ടുക. ഔട്ട് ഓഫ് ദിസ് 45 മിനിറ്റ്സ് നിങ്ങൾ ഒരു 13-15 മിനിറ്റ് പാർട്ട് ബിക്കും അതിനുശേഷം ഒരു നിങ്ങളുടെ ടൈമർ 33 മിനിറ്റ്സ് എത്തുമ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് 33 മിനിറ്റും കൂടി ഉണ്ട് ടെസ്റ്റിന്. അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ട് സി റീഡിങ്ങിലോട്ട് മൂവ് ഓൺ ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പാർട്ട് സി 2 എക്സ്ട്രാക്റ്റും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. സോ ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് taken away by the reading part B. ഓക്കെ, നിങ്ങൾ ഒരുപാട് റീഡിംഗ് പാർട്ട് ബിയുടെ പുറകെ പോയി അങ്ങനെ സമയം കളയരുത്. മിനിമം 13 മാക്സിമം 15 മിനിറ്റ് ഫോർ പാർട്ട് ബി. ഒരു 33 മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾ പാർട്ട് സിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇൻ പാർട്ട് സി നിങ്ങൾക്ക് 2 എക്സ്ട്രാക്ട് ആണുള്ളത്. ഒരു എക്സ്ട്രാക്ടിന് 8 ക്വസ്റ്റ്യൻസ്, അനദർ എക്സ്ട്രാക്ടിന് 8 ക്വസ്റ്റ്യൻ, ടോട്ടൽ 16 ക്വസ്റ്റ്യൻസ് ആട്ടോ. സോ നമ്മുടെ അപ്രോച്ച് സെയിം ആണ് പാർട്ട് സിക്ക്. നിങ്ങൾ സിമിലർ ടു പാർട്ട് ബി ഇറ്റ്സെൽഫ്, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, then text വായിക്കുക, then option. Question, text, option. That is the order നിങ്ങൾ approach ചെയ്യേണ്ടത് part C. Okay, so let's dive into today's material. Okay, let's start with our first question. Here we go. All right. Right. Okay. Aishwarya, can you unmute yourself and read the first question for today? Yes. Okay, ma'am. What does Dr. Matthew Hyde describe in the first paragraph? ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ എന്താ കണ്ടുപിടിക്കണ്ടേ? ചോദ്യം മാത്രം നോക്കുക, ഓപ്ഷൻസ് നോക്കല്ലേ, ചോദ്യം മാത്രം ഒന്ന് വായിച്ചേ. വാട്ട് ഡസ് ഡോക്ടർ ഹൈഡ് ഡിസ്ക്രൈബ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്? നമുക്കപ്പൊ എന്താ കണ്ടുപിടിക്കണ്ടേ? സൂം ഇൻ ചെയ്യാം. മാത്യു ഹൈഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കറക്റ്റ്. എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? എന്താണ് ഡോക്ടർ മാത്യു ഹൈഡ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? സോ വി നീഡ് ടു ഫിഗർ ഔട്ട് വാട്ട് ഈസ് described in the first paragraph. What is described in the first paragraph by Dr. Hyde? Okay, one minute. Dr. Hyde. Okay, all of you come on. So first paragraph il endana Dr. Hyde describe ചെയ്തിരിക്കുന്നത്? What is described in the first paragraph by Dr. Hyde? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഒന്ന് നോക്കി എല്ലാവരും, come on. Okay, അപ്പോൾ നമുക്ക് പാരഗ്രാഫിലോട്ട് കടക്കാം. As you can see, this is our first paragraph. All of you take 55 seconds. First paragraph, I mean main heading first paragraph ഒന്ന് വായിച്ചു all of you. Okay, Aishwarya, heading ulpade ivide vare onu vaayiche. Yes. Okay, ma'am. Heading cesarean section. Babies born by cesarean section have an increased risk of becoming heavyweight adults, say researchers. An analysis of data on 38,000 individuals found that those born by cesarean sections were 22% more likely to be obese than those who had natural birth. They had a 26% greater chances of being overweight as defined by their body mass index, BMI. Okay. അപ്പോൾ സിസേറിയൻ സെക്ഷൻസ് ആണോ ഇന്ന് നമ്മുടെ എക്സ്ട്രാക്ട്? സിസേറിയൻ സെക്ഷൻ അതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ babies born by cesarean section have an increased risk of becoming heavyweight adults. Okay, appo cesarean section lode jenicha kuttikalku overweight aayittulla adults avanalla risk koodudalana. Okay, aaru parayunna anusarichu researchers parayunna anusarichu. Okay, an analysis of data on 38,000 individuals found that those born by cesarean section were 22% more likely to be obese than those who had natural births. Appo natural birth jenicha individuals ne vechi compare cheyumbo cesarean section lode jenicha individuals ne oru 38,000 ഇൻഡിവിജ്വൽസിൽ അവർ നടത്തിയ ഡേറ്റയുടെ ഇതനുസരിച്ച് സിസേറിയൻ സെക്ഷനിലൂടെ ജനിച്ച ഇൻഡിവിജ്വൽസിന് ഒബീസ് ആവാനുള്ള സാധ്യത 22% കൂടുതലാണ്. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? നാച്ചുറൽ ബർത്ത്സിൽ ജനിച്ച ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ.
Okay, അവർക്ക് ഞാൻ അടുത്ത സെന്റൻസ് they had a 26% greater chance of being overweight as defined by the body mass. അവർക്ക് ഒരു 26% ഓവർവെയിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് പ്രകാരം. ആർക്കാണ്? സിസേറിയൻ സെക്ഷനിലൂടെ ജനിച്ച ഇൻഡിവിജ്വൽസിന്. Okay, all of you go through it. ഇനി ഐശ്വര്യ ഇവിടുന്ന് എൻഡിൽ വരെ വായിച്ചോ കേട്ടോ. Come. Okay, ma'am. Effects of a surgery assisted birth on a baby's gut, bacteria and gene could be two reasons for the trend. They believe Dr. Matthew Hedge, or the researcher, explains there are possible mechanisms by which cesarean delivery might influence later body weight. The types of healthy bacteria in the gut differ between babies born by cesarean and those born by vaginal delivery, and differences in type and level of gut bacteria in C-section babies can have both effects on their health. അപ്പോൾ ഇവർ പറഞ്ഞു അഡൽട്സിൽ സിസേറിയൻ സെക്ഷനിൽ ജനിച്ച അഡൽസിന് ഹെവി വെയിറ്റ് അഡൽസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. 30,000 ഇൻഡിവിജ്വൽസിൽ നടത്തിയ ഒരു അനാലിസിസ് പ്രകാരം സിസേറിയൻ സെക്ഷനിൽ ജനിച്ച ആൾക്കാർക്ക് ഒബീസ് ആവാനുള്ള സാധ്യത 22% അധികമാണ്. പിന്നെ അവർക്ക് 26% കൂടുതൽ ചാൻസ് ഉണ്ട് ഓവർ വെയിറ്റ് ആവാൻ അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ച്. Okay, ഇനി അടുത്ത് അവർ പറയാണ് effects of a surgery assisted birth on a baby's gut bacteria and genes could be two reasons for the trend they believe. നമ്മളപ്പോ എന്ത് ട്രെൻഡിനെ കുറിച്ചൊക്കെ സംസാരിക്കണേ അതൊന്നും എനിക്ക് പറഞ്ഞു തന്നെ. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് സർജറി അസിസ്റ്റഡ് ബർത്ത്, ഈ സിസേറിയൻ സെക്ഷന്റെ ഇഫക്റ്റ് എന്തിന്മേലെ ഒരു ബേബിയുടെ സ്റ്റൊമക്കിലെ ബാക്ടീരിയയുടെയും ജീൻസിന്റെയും മേലെ എങ്ങനെയാണ് അതിന്റെ ഇഫക്റ്റുകൾ ആയിരിക്കാം. രണ്ട് കാരണങ്ങൾ ഈ ട്രെൻഡിനുള്ളത്. ഏത് ട്രെൻഡിനുള്ള രണ്ട് കാരണങ്ങളായത് ഒന്ന് പറഞ്ഞ എന്റെ അടുത്ത്. ഏത് ട്രെൻഡിന്റെ കാര്യം ഇവിടെ പറയണേ? വീണ, അനു, ഷെൽബി ഒന്ന് പറഞ്ഞേ. ബിജി, രാധിക, ജിത്തു ഒന്ന് പറഞ്ഞേ. ഇവിടെ ഏത് ട്രെൻഡ് അവരിവിടെ പറയണേ? സർജറി അസിസ്റ്റഡ് ബർത്ത് എന്ന് വെച്ചാൽ എന്താ? സർജറിയിലൂടെ ഡെലിവറി ചെയ്തത് അതിന്റെ ഇഫക്ട്സ് എന്തിന്റെ മേലെ? ബേബിയുടെ ഗട്ട് സ്റ്റൊമക്കിലെ ബാക്ടീരിയയുടെ മേലെ. അത് കൂടാണ്ട് ജീൻസ്, ഹെറിഡിറ്ററി, ഇത് രണ്ടുമായിരിക്കാം ഈ ട്രെൻഡിന്റെ കാരണങ്ങൾ. ഈ രണ്ട് കാരണങ്ങളായിരിക്കാം ഈ ട്രെൻഡിനുള്ളത്. ഏത് ട്രെൻഡിനുള്ളത്? heavy weight. Exactly. നാച്ചുറൽ ബർത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിസേറിയൻ സെക്ഷനിലൂടെ ജനിച്ച കുട്ടികൾക്ക് ഓവർ വെയിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ റീസൺസ് ആണ് ഇത് രണ്ടും. Okay, ഇനി അടുത്ത സെന്റൻസ്. ഡോക്ടർ മാത്യു ഹൈഡ്, one of the researchers, explains. അപ്പൊ ഈ റിസർച്ചിൽ ഉൾപ്പെട്ടിരുന്ന ഒരാള് ഡോക്ടർ ഹൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. There are plausible mechanisms by which cesarean delivery might influence later body weight. ഒരുപാട് മെക്കാനിസത്തിനുള്ള സാധ്യതയുണ്ട്. എങ്ങനത്തെ മെക്കാനിസംസ് സിസേറിയൻ ഡെലിവറി എങ്ങനെ ബോഡി വെയിറ്റിനെ ബാധിക്കും എന്നുള്ളതിന്റെ പിറകിൽ ഒരുപാട് മെക്കാനിസംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. The types of healthy bacteria in the gut differ between babies born by cesarean and those born by vaginal delivery. അപ്പോൾ vaginal deliveryയിലൂടെയോ ജനിച്ച കുട്ടികളുടെയും സിസേറിയൻ സെക്ഷനിൽ ജനിച്ച കുട്ടികളുടെയും ഹെൽത്തി ഗട്ട് ബാരിയറുടെ ടൈപ്പിൽ വ്യത്യാസമുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ആൻഡ് ഡിഫറൻസ് ഇൻ ടൈപ്പ് ആൻഡ് ലെവൽ ഓഫ് ഗട്ട് ബാരിയർ type and level of gut bacteria in C-section babies can have broad effects on their health. അപ്പോൾ സിസേറിയൻ സെക്ഷനിലൂടെ ജനിച്ച ബേബീസിന്റെ സ്റ്റൊമക്കിലെ ഹെൽത്തി ബാക്ടീരിയയുടെ ടൈപ്പും അതും നാച്ചുറൽ ബർത്തിൽ വാജിനൽ ഡെലിവറിയോട് ജനിച്ച ഇതിന്റെ ടൈപ്പും തമ്മിൽ ഒരു നല്ല വ്യത്യാസമുണ്ട്. ആ വ്യത്യസ്തത, ഈ സിസേറിയൻ സെക്ഷനുള്ള ആ വ്യത്യാസം അതിന് അവരുടെ ആരോഗ്യത്തിന്റെ മേലിൽ ഒരുപാട് അവരെ ബാധിച്ചേക്കാം. ഒരു ബ്രോഡ് ഇഫക്ട്സ് തന്നെ ഉണ്ടാവാം. ഓക്കെ, ഒന്ന് വായിച്ചു. അപ്പോൾ സിസേറിയൻ സെക്ഷനിൽ ജനിച്ച ബേബീസിന് റിസ്ക് കൂടുതലാണ് ഹെവി വെയിറ്റ് അഡൽട്സ് ആവാനുള്ളത് എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അവർ അനലൈസ് ചെയ്ത ഡേറ്റ പ്രകാരം 30,000 ഇൻഡിവിജ്വൽസിന്റെ ഡേറ്റ അവർ അനലൈസ് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചത് 22% കൂടുതൽ സാധ്യതയാണ് ആർക്കുള്ളത്? സിസേറിയൻ സെക്ഷനിലൂടെ ജനിച്ച ആൾക്കാർക്ക് ഒബീസ് ആവാനുള്ള സാധ്യത കൂടുതൽ. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? നാച്ചുറൽ ബർത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അവര് ഓവർ വെയിറ്റ് ആവാനുള്ള സാധ്യത 26% കൂടുതലാണ് അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് പ്രകാരം. ഇനി സർജറി അസിസ്റ്റഡ് ബർത്തിന്റെ ഇഫക്ട്സ് ഒരു ബേബിയുടെ ഗട്ട് ബാക്ടീരിയയിലും ജീൻസിലും എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതായിരിക്കാം രണ്ട് കാരണങ്ങൾ ഈ ട്രെൻഡിനുള്ളത്. ഓക്കെ, ഇനി ഡോക്ടർ മാത്യു ഹൈഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിസേറിയൻ ഡെലിവറി ബോഡി വെയിറ്റിനെ പിന്നീട് ബോഡി വെയിറ്റിനെ അഫക്ട് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള മെക്കാനിസംസ് പോസിബിൾ ആണ്.
അങ്ങനെ ഉണ്ട്, പോസിബിൾ മെക്കാനിസംസ് ഉണ്ട്. ഇനി സിസേറിയൻ സെക്ഷനിലൂടെ ജനിച്ച ബേബിയുടെ ഗട്ടിലുള്ള ബാക്ടീരിയയുടെ ടൈപ്പ് വ്യത്യാസം ഉള്ളതായിരിക്കും ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാജിനൽ ഡെലിവറി ജനിച്ച ബേബീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഈ വ്യത്യാസം ടൈപ്പിലുള്ളതും ലെവലിലുള്ള ഈ വ്യത്യാസം സി സെക്ഷനിലൂടെ ജനിച്ച ബേബീസിന്റെ ഗട്ട് ബാക്ടീരിയയുടെ ടൈപ്പിലും ലെവലിലുമുള്ള ഈ വ്യത്യാസത്തിന് അവരുടെ ആരോഗ്യത്തിന്റെ മേലിൽ ഒരു ബ്രോഡ് ഇഫക്ട്സ്, പല ബ്രോഡ് ഇഫക്ട്സ് ഉണ്ടായേക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് നോക്കി, ബുദ്ധിമുട്ടുള്ള വൊക്കാബ് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ ആ കണക്ട് ചെയ്ത് മനസ്സിലാക്കി വായിച്ചാൽ മതി. ഓക്കെ, ഓൾറൈറ്റ്, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ആർ ഓൾ ഓഫ് യു വിത്ത് മീ സോ ഫാർ? ആർ യു ക്ലിയർ? ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയേണ്ടത് എന്താ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന പാരഗ്രാഫിൽ നിന്നാണ്, എന്താ പറഞ്ഞേക്കുന്ന പാരഗ്രാഫിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻസ് വായിച്ചോട്ടെ ഐശ്വര്യ. Option A hypothesis under investigation. അതാണോ ആ പാരഗ്രാഫിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു തിയറി അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പോത്തസിസിനെ, ഒരു തിയറിനെ കുറിച്ചാണോ ഫസ്റ്റ് പാരയിൽ പറയണേ? അല്ല. റൈറ്റ്, ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ അസംഷൻ. Okay, a reasonable assumption that needs to be brought. ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ ഉള്ള ഒരു അസംഷനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് അത് റിജക്ട് ചെയ്യാം. അടുത്ത വായിച്ചോ. Option B unreliable data that calls for more research. അൺറിലയബിൾ ഡേറ്റ, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഡേറ്റ. എന്ത് വേണ്ട ഡേറ്റ? കൂടുതൽ റിസർച്ച് വേണ്ട, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഡേറ്റയെ കുറിച്ചാണോ ഫസ്റ്റ് പാരയിൽ പറയണേ? നോട്ട് മെൻഷൻ. അൺറിലയബിൾ ഡേറ്റ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അൺറിലയബിളിന്റെ മീനിങ് എന്താ അൺറിലയബിൾ? അവിശ്വസിക്കാൻ പറ്റാത്ത, വിശ്വാസയോഗ്യമല്ലാത്തത്. യെസ്, അൺറിലയബിൾ മീൻസ് വി കനോട്ട് ട്രസ്റ്റ്, നോട്ട് ഡിപ്പെൻഡബിൾ, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, നോട്ട് ഡിപ്പെൻഡബിൾ. ഓക്കെ, ഇനി അടുത്ത വായിച്ചോ. Option C conclusive evidence offered by several studies. Conclusive evidence. Okay, നല്ല conclusive, detailed and conclusive evidence offered by several studies. അതാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? Yes. Several studies പറഞ്ഞിട്ടുണ്ടോ രാധിക? Several studies പറഞ്ഞിട്ടുണ്ടോ? മഞ്ജു, ജിബു? ഇല്ല. അനു ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നമുക്ക് എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ആൻസർ ഓഫ് കോഴ്സ് ഡി ആണ്. ഒന്ന് വായിച്ചേ ഐശ്വര്യ. ഓപ്ഷൻ ഡി. Option D an explanation of the probable causes of a finding. അല്ലെ, ഒരു ഫൈൻഡിങ്ങിന്റെ probable കോസിന്റെ എക്സ്പ്ലനേഷൻ. എന്താ ഫൈൻഡിങ്? സിസേറിയൻ സെക്ഷനിലൂടെ ജനിച്ച ബേബീസിന് ഒബീസ് അല്ലെങ്കിൽ ഓവർവെയിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ ഒരു ഫൈൻഡിങ്ങിന്റെ probable കോസസ് അല്ലേ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കണേ. ഗട്ട് ബാക്ടീരിയയുടെ ടൈപ്പ് അതൊക്കെ പറഞ്ഞിട്ടില്ലേ? ക്ലിക്ക് ആയോ? ഒന്ന് വായിച്ചു നോക്കി. ഓപ്ഷൻ ഡി വായിച്ചു നോക്കി. ഓൾ ഓഫ് യു കം ഓൺ, വായിച്ചു നോക്കി. An explanation of the probable cause of a finding. നമ്മൾ റിസർച്ചേഴ്സിന്റെ എന്ത് ഫൈൻഡിംഗ് പറയണേ? നാച്ചുറൽ ബർത്തിൽ ജനിച്ച ബേബീസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിസേറിയൻ സെക്ഷനിൽ ജനിച്ച ബേബീസിന് ലേറ്റർ ഇൻ ലൈഫിൽ ഹെവി അഡൽട്സ് ആവാൻ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആവാൻ അല്ലെങ്കിൽ ഒബീസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിട്ട് അവർ ഒരു റിസർച്ച് സ്റ്റഡി എടുത്ത് പറയുന്നുണ്ട്. അതാണ് അവരുടെ ഫൈൻഡിങ്. അതിന്റെ എക്സ്പ്ലനേഷൻ അവർ തരുന്നുണ്ട് അല്ലെ. ഗട്ട് ബാക്ടീരിയയിലുള്ള ടൈപ്പും ലെവലിലുള്ള വ്യത്യാസം. ഓക്കെ, പിന്നെ അത് ജീനിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു അതും അല്ലെ. അപ്പൊ അവര് probable causes of a finding. സ്മിത, അനു, മഞ്ജു, ജിബു, ബിജി, ഐശ്വര്യ, അനു, രാധിക, are you guys clear? Are you guys with me so far? Yes, ma'am. Okay. അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, അടുത്ത നമുക്കൊരു vocabulary question ആണോ. I need your full attention here. അപ്പൊ ഒന്ന് വായിച്ചേ സ്മിത ക്വസ്റ്റ്യൻ. Yes, ma'am. In the second paragraph, Kathy Warwick uses the phrase head above the parapet to suggest her. In the second paragraph, Kathy Warwick uses the phrase head above the parapet to suggest her. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ വേർഡിന്റെ മീനിങ് ആണോ കണ്ടുപിടിക്കണ്ടേ? ആണോ? എന്താ നമുക്ക് റീസൺ ആണോ? ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് ടു സജസ്റ്റ് വാട്ട്? ഓക്കെ, സ്മിത റീസൺ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ അതേ സ്മിത ഇന്ന് രാവിലെ പറഞ്ഞപ്പോഴുണ്ടായ ഒരു കൺഫ്യൂഷനാ. ഇവിടെ റീസൺ എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഇല്ല. അവിടെ എന്താ ടു സജസ്റ്റ്. അപ്പൊ നമുക്കറിയാം എന്തോ സജസ്റ്റ് ചെയ്യാനാണ് അല്ലെ. കാത്തി വാർവിക് ഈ ഫ്രേസ് യൂസ് ചെയ്യുന്നു ടു സജസ്റ്റ്. അപ്പൊ നമുക്ക് എന്താ ടു സജസ്റ്റ് വാട്ട് ഡസ് കാത്തി വാർവിക് use the phrase
head above the parapet. Head above the parapet. Okay. Okay. To suggest what does she use the phrase head above the parapet? Okay. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ vocabulary question ആണ്. Okay. അപ്പോ നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഈ പാരഗ്രാഫ് ലേറ്റർ ഓൺ മൊത്തം വായിച്ചു നോക്കണം ബിക്കോസ് അടുത്ത ക്വസ്റ്റൻ അവിടെ നിന്നാണ്. ബട്ട് വെയിറ്റ് എ സെക്കൻഡ്. അപ്പൊ ഇതാണ് വൊക്കാബുലറി വേർഡ് ഉള്ള ഫ്രേസ് ഉള്ള സെന്റൻസ്. അതിന് മുൻപത്തെ സെന്റൻസ് തുടങ്ങാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്രയും വായിച്ചു. ഈ 2 സെന്റൻസ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി ഇവിടെ നിന്ന് ഇവിടം വരെ. വൊക്കാബുലറി ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ഇത് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ വൊക്കാബുലറി ഉള്ള സെന്റൻസ്, അതിന് മുമ്പത്തെ സെന്റൻസ്, അതിന് ശേഷമുള്ളത് വായിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും വായിച്ചു കേട്ടോ. ഓക്കെ, സ്മിത ഒന്ന് വായിച്ചേ 2 സെന്റൻസുകൾ. Yes, ma'am. Kathy Warwick, Chief Executive of the Royal College of Midwives in the UK, explains this global trend. Some women want a cesarean section for purely social convenience. I am prepared to put my head above the parapet and say that I don't think making a choice on this basis is appropriate. Okay, അപ്പോൾ Kathy Warwick, she's a ex-chief executive ആണ് UK. She explains the global trend and says, അവർ പറയുന്ന ഒരു കാര്യം, some women want a cesarean section for purely social convenience. ഒരു സോഷ്യലി ഒരു കൺവീനിയൻസിന് വേണ്ടി മാത്രം. ഓക്കെ, അതിനു വേണ്ടി മാത്രമാണ് കുറച്ച് സ്ത്രീകൾക്ക്, ചില സ്ത്രീകൾക്ക് സിസേറിയൻ സെക്ഷൻ വേണ്ടത്. ഓക്കെ, എന്നിട്ട് അവർ പറയാണ്, I am prepared, I am ready to put my head above the parapet and say that I don't think making a choice on this basis is appropriate. അപ്പൊ ഇത് വെച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാനൊരു വേറൊരു ഇത് തരാം. നമുക്ക് ഇപ്പൊ എക്സാക്ട് വേർഡിന്റെ മീനിങ് അറിയില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണം. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഓക്കെ, ഞാനിപ്പോ പറയാണ്, I know many people are, ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിലോ, I know many people are against vaccines. Okay, one second. Okay, I know, appo idato sentence ende, I know many people are against vaccines. People are against vaccines. Okay, but I am ready to put my head above the parapet. Say that vaccines are actually helpful to ensure herd immunity. എന്താ തോന്നുന്നത്? ഒന്ന് വായിച്ചു നോക്കി, ഇത് ശരിക്കും ഒന്ന് വായിച്ചു നോക്കി. ഐ നോ, ഇതൊരു സെന്റൻസ് ആണ്. ഐ നോ മെനി പീപ്പിൾ ആർ അഗെയിൻസ്റ്റ് വാക്സിൻ. എനിക്കറിയാം പലരും വാക്സിൻസിനെതിരാണ്. പക്ഷേ ഐ എം റെഡി ടു പുട്ട് മൈ ഹെഡ് അബവ് ദ പാരപെറ്റ് ആൻഡ് സേ വാക്സിൻസ് ആർ ആക്ച്വലി ഹെൽപ്ഫുൾ ടു എൻഷുർ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? ഹെഡ് അബവ് ദ പാരപെറ്റ്. നമ്മൾ പാരപെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ വീടിന്റെ ഒക്കെ ഒരു എഡ്ജ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറിയുടെ ഒക്കെ എഡ്ജിനെയാണ് നമ്മൾ പാരപെറ്റ് എന്ന് പറഞ്ഞാൽ. ആരെങ്കിലും അവിടെ പോയി തല വെക്കുന്നുണ്ടെന്നാണോ പറഞ്ഞേക്കണേ? ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? She is agreed to take that vaccine, ma'am. അങ്ങനെയാണോ? ടേക്ക് എ സെക്കൻഡ്, കമ്പയർ അതിന്റെ മുമ്പത്തെ സെന്റൻസ് വെച്ച് നോക്കി. എനിക്കറിയാം പല ആൾക്കാരും വാക്സിൻസിനെതിരാണ്, പക്ഷേ I am ready to put my head above the parapet and say vaccines are actually helpful to ensure herd immunity. അപ്പൊ അവിടെ ഞാൻ എന്താ ചെയ്യണം? അനുകൂലിക്കുവാണോ അതുമായിട്ട്? പക്ഷെ അനുകൂലിക്കുന്നത് മാത്രമാണോ അവിടെ പറയണേ? ഞാൻ എഗ്രി, ശരിയാണ്. പക്ഷെ അത് ഈ പോയിന്റ് അല്ലേ പറയണേ? ഞാൻ വാക്സിൻ, ഒരു മിനിറ്റ്, വാക്സിൻ നിങ്ങൾ പറഞ്ഞ ശരിയാ. ആ പറഞ്ഞ ആൾ, ഇപ്പൊ ഞാനാണ് ഈ സെന്റൻസ് പറഞ്ഞ, ഞാൻ വാക്സിൻസ് നല്ലതാണെന്ന് എഗ്രി ചെയ്യാണ്, അത് ശരിയാണ്. പക്ഷെ അത് ഈ ഹെഡ് അബവ് ദ പാരപെറ്റ് എന്നുള്ള ഫ്രേസ് ആണോ നമുക്ക് മനസ്സിലാക്കി തന്നെ? അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് അല്ലേ? വാക്സിൻസ് ഹെൽപ്ഫുൾ ആണെന്ന് പറയുമ്പോഴല്ലേ മനസ്സിലാണ് ഞാൻ വാക്സിൻസ് സപ്പോർട്ട് ചെയ്യാന്ന്. പക്ഷെ അപ്പൊ ഇതെന്താ ഈ ഹെഡ് അബവ് ദ പാരപെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തൊട്ട് മുമ്പത്തെ സെന്റൻസ് വെച്ച് നോക്കി. എനിക്കറിയാം പലരും വാക്സിൻസിന് അഗെയിൻസ്റ്റ് ആണ്, പക്ഷെ ഞാൻ ഐ എം റെഡി ടു പുട്ട് മൈ ഹെഡ് അബവ് ദ പാരപെറ്റ്. അപ്പൊ ഞാൻ എന്താ ചെയ്യണേ? എതിരഭിപ്രായം ഉണ്ടെന്ന് അറിയാം, പക്ഷേ ആൾക്കാരെ എതിർക്കും എന്ന് എനിക്കറിയാം. എങ്കിലും
എങ്കിലും ഞാൻ ആ ഒരു റിസ്ക് എടുത്തിട്ട് ആ ഒരു റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി ഞാൻ പറയാണ് ഇതാണ് എന്റെ ഒപ്പീനിയൻ. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ് അബവ് ദ പാരപ്പറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് അറിയായിരിക്കാം ആൾക്കാർക്ക് എതിർപ്പുണ്ട്. അപ്പൊ ഇവിടെ ഈ സ്ത്രീ പറയാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ റോയൽ കോളേജ് ഓഫ് മിഡ്വൈഫ്സ് പറയാണ് ചില സ്ത്രീകൾക്ക് എന്താണ് സിസേറിയൻ സെക്ഷൻ പ്യോർലി ഒരു സോഷ്യൽ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് അവർ ഈ സർജറി അണ്ടർഗോ ചെയ്യുന്നത്. ആൻഡ് ഐ എം റെഡി ടു പുട്ട് മൈ ഹെഡ് അബവ് ദ പാരപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ആ റിസ്ക് ഈ പറയാൻ ഈ റിസ്ക് എടുത്തിട്ട് പറയാൻ ഞാൻ തയ്യാറാണ്. ഐ ഡോണ്ട് തിങ്ക് മേക്കിംഗ് എ ചോയ്സ് ഓൺ ദിസ് ബേസിസ്, എന്തിന്റെ ബേസിസിൽ, സോഷ്യൽ കൺവീനിയൻസിന്റെ ബേസിസിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണെന്ന് ഞാൻ പറയില്ല, എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇവർ ഈ പറയുന്നതിന് എല്ലാവരും ഇവർ ഈ പറയുന്നതോടെ എഗ്രി ചെയ്തുന്നുണ്ടോ? എല്ലാവരും ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കി, എനിക്കറിയാം ആൾക്കാരെ എതിർക്കുന്നു, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഐ എം റെഡി ടു പുട്ട് മൈ ഹെഡ് അബവ് ദ പാരപ്പറ്റ്. ഐ എം റെഡി ടു ഫേസ് ദ ക്രിറ്റിസിസം. I know that people are going to say some things against my opinion, but ഞാൻ പറഞ്ഞു പല സ്ത്രീകളും സോഷ്യൽ കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ് പ്യോർലി സിസേറിയൻ സെക്ഷൻ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഞാൻ ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്നു, പക്ഷെ അത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെ ഞാൻ പറയാണ് ആ ഒരു സോഷ്യൽ കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സിസേറിയൻ ചൂസ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ when someone says I'm ready to put my head above the parapet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി തല വെച്ചു, അങ്ങനെയല്ല. ഓക്കെ, അവർക്കറിയാം അങ്ങനെ ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ഒരു ഇതുണ്ട്, അവരെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർ, പക്ഷെ അവരത് ഫേസ് ചെയ്യാൻ ആ റിസ്ക് എടുത്തിട്ടാണ് അവർ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മഞ്ജു, സ്മിത, രാധിക, ഷെൽവി, വീണ, ബിജി, ജിബു, അനൂപ്, ഐശ്വര്യ, ആയു ഗൈസ് ക്ലിയർ? ഞാൻ പറയുന്നതിന്റെ ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതേ ഐഡിയ ഞാൻ നിങ്ങൾക്ക് തന്നെ ഈ സിമ്പിൾ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞത്. എനിക്കറിയാം ആൾക്കാർ വാക്സിനെതിരാണ്. അപ്പൊ പക്ഷെ ഞാൻ ഐ എം റെഡി ടു പുട്ട് ഐ എം റെഡി ടു ടേക്ക് നെഗറ്റീവ് ക്രിറ്റിസിസം ഓർ ആൾക്കാർ ഡിസഗ്രി ഒക്കെ ചെയ്യും, ആൾക്കാർ അത് എന്നെ കുറ്റം പറയുന്നൊക്കെ വരും. എങ്കിൽ കൂടി ഞാൻ ഇത് പറയാണ്, വാക്സിൻസ് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെർഡ് ഇമ്മ്യൂണിറ്റി. അതുപോലെ തന്നെയാണ് ഇവിടെ കാത്തി വോഗിക്കും പറയുന്നത്. ക്ലിക്ക് ആയോ? ക്ലിയർ കട്ടായിട്ട് മനസ്സിലായോ? നിങ്ങൾ ഈ വൊക്കാബുലറി ഒരു മേക്ക് എ നോട്ട്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് ഇത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മീനിങ് മനസ്സിലായി, കാര്യം മനസ്സിലായി. നമുക്ക് ഇനി ഓപ്ഷൻസ് എടുക്കാം. ഒന്ന് ചേർത്ത് വായിച്ചു സ്മിത ഓരോ ഓപ്ഷൻസ്. Yes, ma'am. Option A. In the second paragraph, Kathy Warwick uses the phrase head above the parapet to suggest her willingness to face criticism or a differing view. അവൾ റെഡിയാണ് ക്രിറ്റിസിസം, ആൾക്കാരുടെ വിമർശനം കേൾക്കാൻ വേണ്ടിയിട്ട്. അവളുടെ ആ ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് അവൾക്കുള്ളത്. അതുകൊണ്ട് ആൾക്കാരിൽ നിന്നുള്ള ക്രിറ്റിസിസം ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ഒരു ഐഡിയ ആണ് അവിടെ കൺവേ ചെയ്യുന്നത്. അടുത്തത് Option B. Kathy Warwick uses the phrase head above the parapet to suggest her disregard for the comfort sought by expectant mothers. എക്സ്പെക്ട് ചെയ്യുന്ന അമ്മമാരുടെ അവർക്കൊരു കംഫർട്ട് സീക്ക് ചെയ്യുന്ന അതിനോടൊരു കംപ്ലീറ്റ് ഡിസ്റെസ്പെക്ട് അല്ലെങ്കിൽ ഡിസ്റിഗാർഡ് ആണോ അവിടെ? അങ്ങനെയാണോ അവർ പറയുന്നത്? അല്ല, ആ ഒരു ടോൺ ആണോ നമുക്ക് തോന്നിയത്? അവരെ അല്ല, പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാര് ഒരു കംഫർട്ട് അന്വേഷിച്ച് പോകുന്നതിൽ ഒരു കംപ്ലീറ്റ് ഡിസ്റിഗാർഡ് അല്ല ഈ ഫ്രേസ് വെച്ച് പറയണേ, അല്ലല്ലോ. അപ്പൊ അതല്ല. അടുത്ത വായിച്ചോ. Option C. Kathy Warwick uses the phrase head above the parapet to suggest her concern for a universal problem related to women's health. സ്ത്രീകളുടെ ആരോഗ്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ പ്രോബ്ലത്തെ കുറിച്ചുള്ള അവരുടെ കൺസേൺ പറയാൻ വേണ്ടിയിട്ടാണോ? അല്ല അല്ല. അതവിടെ ഞാൻ ചോദിക്കും, നീ ഹെഡ് അബവ് ദ പാരപ്പറ്റ് ആണ് നമ്മൾ നോക്കുന്ന കാര്യം മറന്നു പോരുത്. അടുത്തത് Option D. Kathy Warwick uses the phrase head above the parapet to suggest her enthusiasm towards a new approach to maternal health care. മെറ്റേണൽ ഹെൽത്ത് കെയർ ഒരു പുതിയ രീതിയിലോടുള്ള അവളുടെ എന്തൂസിയാസം ആണോ അവിടെ കാണുന്നത്? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? എ അല്ലേ? അവർക്കറിയാം എല്ലാവരും ഇതിന് സമ്മതിച്ചു തരണം എന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ക്രിറ്റിസിസം ഐ എം റെഡി ടു ഫേസ് ഐ എം റെഡി ടു പുട്ട് മൈ ഹെഡ് അബവ് ദ പാരപ്പറ്റ് ആൻഡ് സേ മേക്കിംഗ് ഡിസിഷൻ ഓൺ ജസ്റ്റ് ദ ബേസിസ് ഓഫ് കൺവീനിയൻസ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ്. അല്ലാതെ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാരുടെ അവർക്കൊരു കംഫർട്ട് വേണം എന്നുള്ള ആ ഒരു ഐഡിയനെ അവർ കംപ്ലീറ്റ്ലി ഡിസ്റെസ്പെക്ട് ഒന്നും ചെയ്യുന്നില്ല. അവർ പറഞ്ഞു ഐ എം റെഡി ഹെഡ് അബവ് ദ പാരപ്പറ്റ് എന്നുള്ള ഫ്രേസ് ഡിസ്റിഗാർഡ് അല്ല കേട്ടോ. അവിടെ എനിക്കറിയാം, ഞാൻ പറയുന്നതായിട്ട് എല്ലാവരും എഗ്രി ചെയ്യണമെന്നില്ല. എങ്കിൽ കൂടി ഞാൻ പറയാണ്, എനിക്കറിയാം എന്റെ വഴിക്ക് ഒരുപാട് ക്രിറ്റിസിസം വരുമെന്ന്, എന്നെ അവർ വിമർശിക്കാൻ ഒരുപാട്. പക്ഷെ ഞാൻ പറയാം ആ ഒരു ഇതാണ് അതിന്റെ മീനിങ്. ക്ലിക്ക് ആയല്ലോ? ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി. നിങ്ങൾ ഈ വൊക്കാബുലറി നോക്കണം കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒന്ന് നോക്കി വായിച്ചു നോക്കി, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ, എന്തെങ്കിലും ഞാൻ ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ പറഞ്ഞു.
ഓക്കെ ആണോ? ഓൾ ഓഫ് യു ഓക്കെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. Yes, ma'am. Yes, ma'am. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ മഞ്ജു അടുത്ത ചോദ്യം ഒന്ന് വായിച്ചു. 11th one. Yes, ma'am. Mervi Chokins support Kathy Warwick's views by. അപ്പൊ നമുക്ക് എപ്പോ ഒരു ചോദ്യം, എപ്പോഴല്ല, ഒട്ടുമിക്ക സമയത്ത്, എപ്പോഴല്ല, ഒട്ടുമിക്ക സമയത്ത് ഏതെങ്കിലും ഒരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താ, ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി അവസാനിക്കാത്ത ചോദ്യം, അത് ബൈൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ, ബൈ എന്നുള്ളത് എൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൗ ഉപയോഗിക്കാം, എങ്ങനെ എന്നുള്ള രീതിയിൽ. എങ്ങനെ, അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെയാണ്, ഒന്ന് പറഞ്ഞേ, എങ്ങനെയെന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയാണ്? മെർവി ജോക്കിന് ആരുടെ വ്യൂസ് സപ്പോർട്ട് ചെയ്യണേ? കാത്തി വോർവിക്. അപ്പൊ എനിക്കിത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? ഹൗ ഡസ് മെർവി, ഞാൻ എം ചെയ്യുന്നുണ്ട് കേട്ടോ. ഹൗ ഡസ് മെർവി ജോക്കിൻ സപ്പോർട്ട് കാത്തി വോർവിക്സ് വ്യൂ? എങ്ങനെയാണ് മെർവി ജോക്കിനൻ സപ്പോർട്ട് കാത്തി വോർവിക്സ് വ്യൂസ്? എങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ വ്യൂസിനെ? ഓക്കെ, alright, ഒന്ന് നോക്കി. ഹൗ ഡസ് മെർവി ജോക്കിനൻ സപ്പോർട്ട് കാത്തി വോർവിക്സ് വ്യൂ? അപ്പൊ എപ്പോഴും ഏതെങ്കിലും ഒരു ചോദ്യം, ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ബൈൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക സമയത്തും ഹൗ ഉപയോഗിക്കാം കേട്ടോ. ഹൗ, എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യണേ? ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് ഇപ്പൊ വായിച്ച പാര മൊത്തത്തിൽ വായിച്ചു നോക്കാം. നിങ്ങളൊന്ന് നോക്ക് കേട്ടോ. സെക്കൻഡ് പാര സ്റ്റാർട്ട് ടു ഫിനിഷ് ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. ഇവിടെ നിന്ന് ഇവിടെ. ഓൾ ഓഫ് യു കം ഓൺ. ഓക്കെ, മഞ്ജു ഇവിടെ വരെ വായിച്ചു കേട്ടോ. ഒന്ന് വായിച്ചു കേട്ടോ. മേളിന്ന് സ്റ്റാർട്ടിൽ നിന്ന് ഇവിടെ വരെ. Okay. The World Health Organization recommends that there should be no more than between 10% and 15% of cesarean births. However, the rate of such birth has been rising steadily in recent years. Now, more than 40% of all babies are delivered by C-section in at least 15 countries globally. A large number of C-section births, especially in Brazil and China, are actually low-risk pregnancy that do not require C-sections. അപ്പൊ ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ WHO റെക്കമെൻഡ് ചെയ്യുന്നത് സിസേറിയൻ ബേർഡ്സിന്റെ റേറ്റ് 10% അല്ലെങ്കിൽ 15%, അതിൽ കൂടുതൽ പോകാൻ പാടില്ല എന്നാണ് ആര് പറയണേ? WHO റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ദ റേറ്റ് ഓഫ് സച്ച് ബേർഡ്സ് ഹാസ് ബീൻ റൈസിംഗ് സ്റ്റഡിലി ഇൻ റീസെന്റ് ഇയേഴ്സ്. ഈ അടുത്ത വർഷങ്ങളിലൊക്കെ സിസേറിയൻ സെക്ഷൻ 10% അല്ലെങ്കിൽ 15%, അതിൽ കൂടരുത് എന്നാണ് WHO പറഞ്ഞേക്കുന്നത്. പക്ഷേ സിസേറിയൻ സെക്ഷന്റെ റേറ്റ് ഈ കുറച്ച് വർഷങ്ങളായിട്ട് steadily rise ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോ more than 40% of all babies are delivered by C-section in at least 15 countries globally. നമ്മൾ ഗ്ലോബലി നോക്കുമ്പോൾ 40% കുട്ടികളെ ഡെലിവർ ചെയ്യുന്നത് സി സെക്ഷനിലൂടെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 15 രാജ്യങ്ങളിലെങ്കിലും. Okay, a large number of C-section births, especially in Brazil and China, are actually low-risk pregnancies that don't require C-section. In Brazil, China, പോലത്തെ കൺട്രീസിലൊക്കെ ഒട്ടുമിക്ക C-section births actually the low-risk pregnancy, C-sectionന്റെ ആവശ്യമില്ല, എങ്കിൽ കൂടി അവർ C-section ആണ് അവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. Okay, all right. ഇനി അടുത്തത് ഇവിടെ വരെ വായിച്ചോട്ടെ മഞ്ജു. ഇവിടെ വരെ here. Yes, ma'am. Kathy Warwick, Chief Executive of Royal College of Midwives in the UK, explains this global trend. Some women want a cesarean section for purely social convenience. I am prepared to put my head above the parapet and say that I don't think making a choice on this basis is appropriate. അപ്പോ ഇങ്ങനെ ഇത്രയും C-section ബേർഡ്സ് കൂടി വരുന്നതും പല രാജ്യങ്ങളിലും അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും C-section ഇത് അണ്ടർഗോ ചെയ്യുന്നതും റേറ്റിൽ ആ കൂടി വരുന്ന 40% അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ അതൊക്കെ കണക്കിലെടുത്ത് കാത്തി വാവിക്ക് പറയാണ് ആ ട്രെൻഡിനെ കുറിച്ച് അവർ കമന്റ് ചെയ്യാണ്. ചില സ്ത്രീകൾ പ്യോർലി കംപ്ലീറ്റ്ലി സോഷ്യൽ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് സിസേറിയൻ സെക്ഷൻ ഓപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഏത് ക്രിറ്റിസിസം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെ ഞാൻ പറയാണ്, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചോയ്സ് മേക്ക് ചെയ്യുന്നത് ആ ഒരു ബേസിസിൽ, സോഷ്യൽ കൺവീനിയൻസിന്റെ ബേസിസിൽ അത് മേക്ക് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് അല്ല എന്നാണ് എന്റെ അഭിപ്രായം. എനിക്കറിയാം ഞാൻ അതിന് ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്നു, പക്ഷെ ഇതാണ് എന്റെ അഭിപ്രായം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇവിടെ നിന്ന് ലാസ്റ്റ് എൻഡ് വരെ വായിച്ചോട്ടോ മഞ്ജു. Yes, ma'am. Mervi Chokins also
from the Royal College of Midwives reinforces this when she says, while some cesarean sections are needed for medical reasons, may are not, we would encourage women to think carefully and weigh up the evidence before they decide to have a non-urgent cesarean. Women should also be aware that this is a major surgical operation that has the potential for increased complications every time a woman has the procedure carried out. അപ്പൊ കാത്തി വാവിക്ക് പറയേണ്ടത് പറഞ്ഞു. എനിക്കറിയാൻ ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്നു, പക്ഷെ പല സ്ത്രീകളും സോഷ്യൽ കൺവീനിയൻസ് കൊണ്ട് മാത്രമാണ്, അതിനുവേണ്ടി മാത്രമാണ് സിസേറിയൻ സെക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. ഞാൻ ക്രിറ്റിസിസം ഫേസ് ചെയ്യാൻ റെഡിയാണ്, എന്നിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു ചോയ്സ് മേക്ക് ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് അല്ല. ഇനി നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. മെർവീസ് ജോക്കിനൻ, അവരും റോയൽ കോളേജ് ഓഫ് മിഡ്വൈഫ്സിലെ ആൾ. അവര് ഇതേ കാര്യം റെയിൻഫോഴ്സ് ചെയ്യാണ്. സ്പെല്ലിംഗ് നോക്കിയേ, ഇതേ കാര്യം അവരൊന്ന് സ്ട്രെങ്തൻ ചെയ്യും. ഇതേ ഐഡിയ, അതേ ഐഡിയ ആര് പറയുന്ന അതേ കാര്യം കാത്തി വാവിക്ക് തന്നെ പറയുന്ന അവർ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്ത് അവർ പറയാണ്, while some cesarean sections are needed for medical reasons, even though ചില cesarean sections മെഡിക്കൽ ഗ്രൗണ്ട്സിലാണ് വേണ്ടി വരുന്നതെങ്കിലും പലതും മെനി ആർ നോ, പലതും അങ്ങനെയല്ല. അതുകൊണ്ട് ഞങ്ങൾ വി വുഡ് എൻകറേജ് വിമൻ ടു തിങ്ക് കെയർഫുള്ളി ആൻഡ് വെയ് അപ്പ് ദ എവിഡൻസ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ സ്ത്രീകളോട് ശരിക്കും ചിന്തിച്ച് അവർക്ക് എവിഡൻസ് ഒക്കെ നന്നായിട്ട് ഇതൊക്കെ ചെയ്ത് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് എന്തിനുള്ളത് ബിഫോർ ദി ഡിസൈഡ് ടു ഹാവ് എ നോൺ അർജന്റ് സിസേറിയൻ സെക്ഷൻ. അർജന്റ് അല്ലാത്ത സാഹചര്യത്തിൽ സിസേറിയൻ സെക്ഷൻ അണ്ടർഗോ ചെയ്യുന്നതിന് മുൻപ് അവരോട് ഞങ്ങൾ എൻകറേജ് ചെയ്യുന്ന ശരിക്കും ചിന്തിച്ച് എവിഡൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. വിമൻ ഷുഡ് ഓൾസോ ബി അവെയർ. വേറൊരു കാര്യം സ്ത്രീകൾ അറിഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇത് ആരെയും പറയണേ, മെർവീസ് ജോക്കിനാട്ടോ പറയണേ. സ്ത്രീകൾ വേറൊരു കാര്യം അറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ്, ഈ സിസേറിയൻ സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു മേജർ സർജിക്കൽ ഓപ്പറേഷൻ ആണ്. അതിന് എന്തിനുള്ള സാധ്യതയുണ്ട്, ഇൻക്രീസ് കോംപ്ലിക്കേഷൻസ് ഉള്ള സാധ്യതയുണ്ട്. ഓരോ തവണ ഒരു സ്ത്രീ ആ സിസേറിയൻ സെക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴും. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ ഓൾ ഓഫ് യു. അപ്പൊ തുടക്കത്തിൽ അവർ പറയുന്നു WHO 10%, 15% എന്ന് പറയണേ, പക്ഷെ ഇപ്പൊ 40% ഡെലിവറീസ് സിസേറിയൻ സെക്ഷൻ ആണ്. സി സെക്ഷൻ ബ്രസീലും ചൈനയിലൊക്കെ ലോ റിസ്ക് പ്രഗ്നൻസിക്ക് വരെ അവർ സി സെക്ഷൻ ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. കാത്തി വാവിക്ക് അപ്പൊ ആ ട്രെൻഡിനെ കുറിച്ച് കമന്റ് ചെയ്ത് പറയാണ്, ചില സ്ത്രീകള് സോഷ്യൽ കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ് ഈ സിസേറിയൻ സെക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. എനിക്കറിയാം, ഞാൻ എന്റെ ഈ പറയാൻ പോണ കാര്യത്തിൽ ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യും. അത് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പറയാണ്, സോഷ്യൽ കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അപ്രോപ്രിയേറ്റ് അല്ല. എന്നിട്ട് അതേ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള മെർവീസ് ജോക്കിന് വേറൊരു മിഡ്വൈഫ് ഒരു ആള് പറയാണ്, അവര് പറഞ്ഞ അതേ കാര്യം ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് റെയിൻഫോഴ്സ് ചെയ്ത് പറയാന്ന് വെച്ചാൽ അതേ ഐഡിയ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ സ്ട്രെസ് ചെയ്തിട്ട് അവർ പറയാണ്, ചില സിസേറിയൻ സെക്ഷൻസ് മെഡിക്കൽ റീസൺ കൊണ്ട് നമുക്ക് വേണം, പക്ഷെ ചിലത് വേണ്ട. ഞങ്ങൾ സ്ത്രീകളെ എൻകറേജ് ചെയ്യും, ശരിക്കും അവരുടെ എവിഡൻസ് ചിന്തിച്ച് കെയർഫുള്ളി അനലൈസ് ചെയ്തിട്ട് വേണം ഒരു നോൺ അർജന്റ് സിസേറിയൻ സെക്ഷൻ അവർ അണ്ടർഗോ ചെയ്യാൻ. പിന്നെ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതെന്താണ്, ഒരു മേജർ സർജിക്കൽ ഓപ്പറേഷൻ ആണ്. അതിന് എന്തിന്റെ സാധ്യതയുണ്ട്, ഇൻക്രീസ് കോംപ്ലിക്കേഷന്റെ സാധ്യതയുണ്ട് ഓരോ തവണ ഒരു സ്ത്രീ ആ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യും അല്ല അണ്ടർഗോ ചെയ്യുമ്പോഴും. ക്ലിക്ക് ആയോ, ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായില്ലേ ഓൾ ഓഫ് യു? വിജി, ബീന, ഓക്കെ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. റെഡി ആയിക്കോളൂ, നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് മെർവീസ് ജോക്കിനും കാത്തി വാവിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏത് രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ മഞ്ജു നോക്കി, ഇത് ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ബൈലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ചേർത്ത് ഓരോ ഓപ്ഷൻസും വായിച്ചേ. Yes, ma'am. Mervi Chokian support Kathy Warwick's views by describe how C-sections are performed. Mervyn Jokinen supports Kathy Warwick's views by describing how C-sections are performed. എങ്ങനെയാ C-sections perform ചെയ്യുന്നത് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണോ? Anu, what do you guys think? Shelby, what do you think? അങ്ങനെയാണോ? അല്ല. അടുത്തത് വായിച്ചു മഞ്ജു. Mervi Chokin supports Kathy Warwick's views by highlighting the possible risk associated with C-sections ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോസിബിൾ റിസ്കിനെ കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടാണോ അവര് സപ്പോർട്ട് ചെയ്യണേ? അല്ല മാം, അവിടെ ഹൈ റിസ്ക് ഉണ്ടെന്ന് ഹൈ റിസ്കിന് പൊട്ടൻഷ്യൽ ഫോർ ഇൻക്രീസ് റിസ്ക് എന്ന് പറഞ്ഞിട്ടില്ലേ ബിജി? അപ്പൊ നമുക്കത് മൊത്തത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ ബിജി. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. അടുത്ത് വായിച്ചേ, ചേർത്ത് വായിച്ചോളൂ. Yes, ma'am. Mervi Jokin support Kathy Warwick's views by drawing attention to the reasons for an increase in C-sections. C-sectionൽ കൂടുന്നതിന്റെ കാരണം പറഞ്ഞിട്ടാണോ അവരെ സപ്പോർട്ട് ചെയ്യണേ? അവന്റെ കാരണങ്ങൾ പറയുന്നുണ്ടോ? അവരങ്ങനെയൊന്നും പറയുന്നില്ല. അവര് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാണ് C-section കൂടുന്നത് എന്നുള്ള കാരണങ്ങൾ മെർവി ജോക്കിനൻ പറഞ്ഞിട്ടില്ല.
കാത്തി വാവയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കറിയേണ്ടത് മെർവി ജോക്കിനെ എങ്ങനെയാണ് കാത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്നല്ലേ. കാത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇതിൽ അവർ പറയുന്നുണ്ടോ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് സി സെക്ഷൻ കൂടുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവരത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ചിലവര് മെഡിക്കൽ റീസൺ എടുക്കുന്നു, ചിലവര് മെഡിക്കൽ റീസൺ കൊണ്ട് എടുക്കുന്നു, ചിലവർക്ക് മെഡിക്കൽ റീസൺ കൊണ്ട് ആവശ്യം വരും, ചിലർക്ക് ആവശ്യമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ റീസൺസിലോട്ട് അവർ അറ്റൻഷൻ നമ്മുടെ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, ഓൾറൈറ്റ്. അടുത്ത വായിച്ചു മഞ്ജു. Mervi Jokin support Kathy Warwick's views by reinforcing the idea that C-sections are permitted in certain situations. ചില സാഹചര്യത്തിൽ സി സെക്ഷൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടാണോ കാത്തി വാർവിക്കിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നത്? അലൗഡ്, ചില സിറ്റുവേഷൻസിൽ അലൗഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണോ ഈ കാത്തി വാർവിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നോ, അല്ലെ, അവര് സർട്ടൻ വെയിറ്റ് എ സെക്കൻഡ് മെഡിക്കൽ റീസൺസ് സി സെക്ഷൻസ് ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതല്ല, അത് പറഞ്ഞിട്ടോന്നല്ല നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെയാണ് മെർവി ജോക്കിനും കാത്തിനെ സപ്പോർട്ട് ചെയ്യണേന്നാണ്. അപ്പൊ കാത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു കാത്തിയുടെ ഐഡിയ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നത് സി സെക്ഷൻസ് ചില സാഹചര്യത്തിൽ ഓക്കെ ആണെന്നാണ് പറഞ്ഞിട്ടാണോ സപ്പോർട്ട് ചെയ്യണേ? അല്ലല്ലോ. നോക്കി, കാത്തി പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാ നോക്കി. Are needed for many are not. We would encourage women to think carefully and weigh up the evidence before they decide. Women should also be aware that it's a major surgical operation that has a potential for increased complication every time a woman has the procedure carried out. റീസൺസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് ചില സിറ്റുവേഷൻസിൽ അലൗഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണോ? ചില സിറ്റുവേഷൻസിൽ അലൗഡ് ആണ്. ചില സിസേറിയൻ സെക്ഷൻസ് മെഡിക്കൽ റീസൺ കൊണ്ട് വേണ്ടി വന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില സിറ്റുവേഷനിൽ സി സെക്ഷൻസ് അലൗഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണോ കാത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് മെർവി ജോക്കിനെ? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? എങ്ങനെയാണ് മറ്റേ മുൻപ് പറഞ്ഞ സ്ത്രീയുടെ കാത്തിയുടെ പോയിന്റിന് മെർവി ജോക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ചില മെഡിക്കൽ റീസൺസ് കൊണ്ട് ചിലപ്പോൾ വേണ്ടി വരാം, പക്ഷെ പലപ്പോഴും മെനി ടൈം ഓക്കെ, അവർ പറയുന്നത് എന്താ? ചില ഈവൻ ദോ സിസേറിയൻ സെക്ഷൻസ് ആർ നീഡഡ് ഫോർ മെഡിക്കൽ റീസൺ കൊണ്ട് അത് വേണം, പക്ഷെ മെനി ആണ്, പലപ്പോഴും അതല്ല. മെഡിക്കൽ റീസൺസ് വേണ്ടി വരില്ല പലപ്പോഴും, മെനി ആർ നോട്ട്. അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളോട് പറയും ശരിക്കും ചിന്തിച്ച് എവിഡൻസ് ഒക്കെ കണക്കിലെടുത്തിട്ട് വേണം ഒരു നോൺ അർജന്റ് സിസേറിയൻ സെക്ഷൻ അണ്ടർഗോ ചെയ്യാൻ. എന്നിട്ട് അവർ പറയാൻ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ ഇതൊരു മേജർ സർജിക്കൽ ഓപ്പറേഷൻ ആണ്. അതിന് ഒരുപാട് കൂടുതൽ കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യതയുണ്ട്. എവറി ടൈം, ഓരോ സമയവും ഒരു സ്ത്രീ പ്രൊസീജിയർ അണ്ടർഗോ ചെയ്യുമ്പോൾ. അപ്പൊ എങ്ങനെ കാത്തിനെ സപ്പോർട്ടും? കാത്തിയും പറയുന്നത് എന്താണ്? സോഷ്യൽ കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതല്ല. അത് തന്നെ സിസേറിയൻ സെക്ഷൻ അങ്ങനെ എടുക്കുന്നത് നല്ലതല്ല, നമ്മൾ ചിന്തിച്ചും കണ്ടൊക്കെ എടുക്കണം, റിസ്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ മെർവി ജോക്കിനെ അവരെ സപ്പോർട്ട് ചെയ്യണേ. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ബെസ്റ്റ് ആൻസർ. മെഡിക്കൽ റീസൺസിന്റെ ഗ്രൗണ്ടിൽ വേണം, പക്ഷെ മെനി ടൈംസ് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഡി ആവുന്നില്ല ഓപ്ഷൻ. നമുക്ക് അറിയേണ്ടത് മെർവി എങ്ങനെ, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? മെർവി ജോക്കിനെ എങ്ങനെയാണ് കാത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ശരിക്കും ഒന്ന് വായിച്ചു. തെറ്റുകൂട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് ഇതെടുത്തില്ലെങ്കിൽ ഓക്കെ. റെയിൻഫോഴ്സ് കണ്ടു, മെഡിക്കൽ റീസൺസ് പറഞ്ഞു, അതുകൊണ്ട് സി അല്ലെങ്കിൽ ഡി. നോ, നമുക്കറിയേണ്ടത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, കാത്തിയുടെ ഐഡിയനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യണേ. കാത്തി പറയുന്നു അങ്ങനെയല്ലേ, നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ സോഷ്യൽ കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കരുത്, അത് അപ്രോപ്രിയേറ്റ് അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനെ തന്നെ ആ ഒരു ഐഡിയനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇവർ പറയാണ് മെഡിക്കൽ റീസൺസിൽ ഇതാവാം, പക്ഷെ പല സമയത്തും മെഡിക്കൽ റീസൺസ് കൊണ്ടല്ല സിസേറിയൻ സെക്ഷൻ നടക്കണേ. അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളോട് ചിന്തിച്ചും കണ്ടൊക്കെ തീരുമാനം എടുക്കാൻ പറയും. അവസാനം പറഞ്ഞത് ഇതിന് പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഓരോ തവണ സിസേറിയൻ സെക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന ഒരു മേജർ സർജറിയാണ്, ഒരുപാട് റിസ്ക് ഇൻവോൾവ് ആണ്. അപ്പൊ ചിന്തിച്ചും കണ്ടൊക്കെ എടുക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. സോ അതുകൊണ്ട് ബി ആണ് ആൻസർ. മഞ്ജു, സ്മിത, അനു, ഷെൽബി, ബീന, ബിജി, രാധിക, ജിബു, ഐശ്വര്യ, go through it, come on. ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായോ എന്തുകൊണ്ടാണ് ബി ആൻസർ എന്ന്? ഓൾ ഓഫ് യു? ഓക്കെ, പെർഫെക്റ്റ്. നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. അടുത്തത് ഇസ് an interesting one. Okay, one second. Radhika, can you read the next question? Yes, ma'am. What point is made about breech babies in the third paragraph? What point is made about breech babies in the third paragraph? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ രാധിക? The point made about the very good point made about breech babies. breech babies നെ കുറിച്ച് എന്ത് പോയിന്റ് ആണ് ആ പാരയിൽ മേക്ക് ചെയ്തിരിക്കുന്നത്? what point made about breech babies in the third paragraph? Okay, അപ്പൊ നമുക്ക് third paragraph വായിച്ചു നോക്കാം. Here we go. ചെറിയൊരു പാരഗ്രാഫ് ആണ്. Here we go. Okay, all of you go through the paragraph. Come on.
ഞാൻ ഇതിന്റെ മീനിങ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. ഒന്ന് വായിച്ചു ആദ്യമൊക്കെ ചെയ്യാം. ഞാൻ ഹൈലൈറ്റ് ചെയ്യട്ടെ കേട്ടോ. ഇവിടെ വരെ വായിച്ചു കേട്ടോ. For many high-risk pregnancies, like in the case of breech presentations, several studies have concluded that planned cesareans are the safest delivery method. However, Professor Ifru Berhan from Hawassa University College of Medicine and Health Sciences in Ethiopia explains why C-section may not always be required even in breech cases. അപ്പൊ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. പല ഹൈ റിസ്ക് പ്രഗ്നൻസീസും, ഫോർ എക്സാമ്പിൾ ബ്രീച്ച് പ്രസന്റേഷൻസ്, ബ്രീച്ച് ബേബീസിന്റെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ പല സ്റ്റഡീസും കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്ലാൻഡ് ആയിട്ടുള്ള സിസേറിയൻ സെക്ഷൻസ് ആണ് സേഫസ്റ്റ് ആയിട്ടുള്ള ഡെലിവറി മെത്തേഡ്. പക്ഷേ ഇഥിയോപ്യയിലെ ഹവാസ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പ്രൊഫസർ ഇഫ്രു ബഹാൻ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതനുസരിച്ച് എക്സ്പ്ലെയിൻസ് വൈ, അയാൾ റീസൺസ് തരാണ് എന്തിന് സി സെക്ഷൻസ് മെ നോട്ട് ഓൾവേസ് ബി റിക്വയർഡ്. സി സെക്ഷൻസ് പലപ്പോഴും ആവശ്യം വന്നേക്കില്ല. ഏത് സാഹചര്യത്തിൽ കൂടി ബ്രീച്ച് ബർത്തിന്റെ കാര്യത്തിൽ കൂടി സി സെക്ഷൻസ് ആവശ്യം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതിന്റെ റീസൺസ് ആണ് ഈ പ്രൊഫസർ തരുന്നത്. പല സ്റ്റഡീസ് പറയുന്നു ബ്രീച്ച് പ്രസന്റേഷൻസ് പോലെയുള്ള ഹൈ റിസ്ക് പ്രഗ്നൻസിക്ക് സി സെക്ഷൻസ് ആണ് നല്ലൊരു കറക്റ്റ് പ്ലാൻ ആയിട്ടുള്ള സി സെക്ഷൻസ് ആണ് സേഫസ്റ്റ് ഡെലിവറി മെത്തേഡ്. പക്ഷെ പ്രൊഫസർ പറയാണ്, അയാൾ അതിന് റീസൺസ് തരാണ് എന്തുകൊണ്ടാണ് ഈവൻ ബ്രീച്ച് പ്രസന്റേഷൻസിന്റെ കാര്യത്തിൽ കൂടി സി സെക്ഷൻസ് നല്ലൊരു ഓപ്ഷൻ ആവാതിരിക്കാനുള്ള കാരണങ്ങൾക്ക് അയാൾ തരുവാണ് കാരണങ്ങൾ. ഓക്കെ, അപ്പൊ അടുത്ത് ഇവിടുന്ന് ഇവിടം വരെ വായിച്ചോട്ടോ. The relative risk of perinatal mortality and morbidity is between 2 and 5 times higher in planned vaginal breech delivery compared to planned cesarean section birth. However, the absolute risk are very small. Therefore, the practice of individualized decision making around delivering a breech baby is recommended. Okay. അപ്പോൾ പ്രൊഫസർ പറയാണ് റിലേറ്റീവ് റിസ്ക്. റിലേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു സംഭവമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് എന്തിന്റെ പെരിനേറ്റൽ മോർട്ടാലിറ്റി. പെരിനേറ്റൽ മോർട്ടാലിറ്റി മീൻസ് ഡെത്ത് റേറ്റ്, മോർബിഡിറ്റി മീൻസ് അസുഖം വരാനുള്ള റേറ്റ്. അതിന്റെ റേറ്റ് ഈസ് ബിറ്റ്വീൻ 2 and 5 times ഹയർ. രണ്ടോ 5 മടങ്ങോ കൂടുതലാണ് എന്തില് പ്ലാൻഡ് ആയിട്ടുള്ള വാജിനൽ ബ്രീച്ച് ഡെലിവറിയിൽ. പ്ലാൻഡ് ആയിട്ടുള്ള വാജിനൽ ഡെലിവറിയിൽ റിസ്ക് പെരിനേറ്റൽ മോർട്ടാലിറ്റിയുടെയും മോർബിഡിറ്റിയുടെയും റിസ്ക് കൂടുതലാണ്. എന്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്ലാൻഡ് സിസേറിയൻ സെക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഓക്കെ, എന്തിനാ റിസ്ക് ഉള്ളത്? വാജിനൽ ബ്രീച്ച് ഡെലിവറിക്കാണ് റിസ്ക് ഉള്ളത്. ഓക്കെ, സിസേറിയൻ സെക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നേരത്തെ അവർ പറഞ്ഞു ബ്രീച്ച് പ്രസന്റേഷൻസിനെ പലരും പറഞ്ഞിരിക്കുന്നത് സിസേറിയൻ സെക്ഷൻസ് ആണ് ബ്രീച്ച് പ്രസന്റേഷൻസ് സേഫസ്റ്റ് ഡെലിവറി മെത്തേഡ്. പക്ഷെ പ്രൊഫസർ ഇഫ്രു ബഹാൻ അതിനോട് എഗ്രി. അയാൾ പറയാണ് എപ്പോഴും സിസേറിയൻ സെക്ഷൻ അപ്രോപ്രിയേറ്റ് ആവണം എന്നില്ല. എന്നിട്ട് അയാൾ പറയാണ് നമ്മൾ പെരിനേറ്റൽ മോർട്ടാലിറ്റിയും മോർബിഡിറ്റിയും കണക്കിലെടുത്ത് വാജിനൽ ഡെലിവറിനെയും സിസേറിയൻ സെക്ഷനെയും കമ്പയർ ചെയ്യുമ്പോൾ വാജിനൽ ഡെലിവറിക്കുള്ള റിസ്ക്, പ്ലാൻഡ് വാജിനൽ ഡെലിവറിയുടെ റിസ്ക് 2 മടങ്ങോ അല്ലെങ്കിൽ 5 മടങ്ങോ കൂടുതലായിരിക്കും. അത് ശരിയാണ്. പക്ഷേ however the absolute risks are very small. കമ്പയർ ചെയ്യാതെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്തിന്റെ റിസ്ക് കുറവാണ്? വാജിനൽ ബ്രീച്ച് ഡെലിവറിയുടെ റിസ്ക് കുറവാണ്. കമ്പയർ ചെയ്യുമ്പോഴാണ് റിസ്ക് നമുക്ക് കമ്പയർ ചെയ്യാതെ മൊത്തത്തിൽ ഓവറോൾ ആയിട്ട് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ മൊത്തത്തിൽ റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ദ പ്രാക്ടീസ് ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് അറൌണ്ട് ഡെലിവറിങ് എ ബ്രീച്ച് ബേബി ഈസ് റെക്കമെൻഡഡ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിപ്പോ വാജിനൽ ഡെലിവറി ഓപ്ഷനും സിസേറിയൻ സെക്ഷൻ ഡെലിവറി ഓപ്ഷനും ഒരു ബ്രീച്ച് പ്രസന്റേഷനിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വാജിനൽ ഡെലിവറിക്കാണ് റിസ്ക് കൂടുതൽ, ഹയർ 2, 3, 5 മടങ്ങ് കൂടുതൽ. പക്ഷെ ആബ്സല്യൂട്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാതെ അതിന്റെ അതിന്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഡെലിവറിയുടെ മൊത്തം ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യാതെ നോക്കി കഴിയുമ്പോൾ റിസ്ക് സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാക്ടീസ് ഓഫ് നമ്മളപ്പോ ചെയ്യേണ്ട കാര്യം എന്താ? ഓരോ ഇൻഡിവിജ്വലിനും വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം നമ്മൾ ഒരു ബ്രീച്ച് ബേബിയുടെ കാര്യത്തിൽ. അതാണ് നല്ലത്, അതാണ് റെക്കമെൻഡഡ്.
അല്ലാതെ ഇവര് പറയുന്ന കൂട്ടി ഇപ്പോഴും സെവറൽ സ്റ്റഡീസ് ഹാവ് കൺക്ലൂഡഡ് പ്ലാൻഡ് സിസേറിയൻസ് ആണ് സേഫസ്റ്റ് എന്നുള്ളൊരിതല്ല. ഇയാൾ പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ശരിയാണ്, വാജിനൽ റിസ്ക് കൂടുതലാണ്. പക്ഷേ ആബ്സല്യൂട്ട് റിസ്ക് എന്താണ്? മൊത്തത്തിൽ അത് കമ്പയർ ചെയ്യാതെ നമ്മൾ മൊത്തത്തിൽ അതിന്റെ റിസ്ക് നോക്കിക്കഴിയുമ്പോൾ അത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഓരോ സിനാരിയോ, ഓരോ ഇൻഡിവിജ്വലിന്റെ ഇതനുസരിച്ചുള്ള ഒരു തീരുമാനമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. എന്തിന്റെ കാര്യത്തില്? ബ്രീച്ച് പെയിന്റെ കാര്യത്തിൽ. ഒന്ന് വായിച്ചു നിങ്ങൾക്ക് അപ്പൊ ഈ 2 വേർഡ്സിന്റെ ഇത് അറിയണം കേട്ടോ. നോക്ക് കേട്ടോ, ഞാനിത് ടെക്നിക്കൽ മീനിങ് അല്ലാട്ടോ, ഞാൻ റഫ്ലി നിങ്ങൾക്ക് ഓർത്തിരിക്കാന്നുള്ള രീതിയിലാട്ടോ റിലേറ്റീവ് റിസ്കിന്റെ ആബ്സല്യൂട്ട് റിസ്കിന്റെ മീനിങ് പറഞ്ഞു തന്നേക്കണേ കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ കട്ട് അല്ലേ? ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായോ? ഓൾ ഓഫ് യു. മഞ്ജു മീനിങ് ഓക്കെ ആണോ? സ്മിത, രാധിക, ഷെൽബി, വീണ, ബിജി, ജിബു, അനൂപ്, ഐശ്വര്യ, ആർ ഓൾ ഓഫ് യു വിത്ത് മീ സോ ഫാർ? തേർഡ് പാര ഓക്കെ അല്ലേ? ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക്? മറന്നുപോലെ നമുക്ക് ഇനി ഓപ്ഷൻസ് നോക്കാം. അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്ത് പോയിന്റ് ആണ് ബ്രീച്ച് ബേബീസിനെ കുറിച്ച് മേക്ക് ചെയ്തേക്കണേ. ഓപ്ഷൻസ് 1 by 1 വായിച്ചോളൂ. രാധികയല്ലേ വായിച്ചു? പോയിക്കോളൂ. ഗോ ഹെഡ്. ഓക്കെ Okay, ma'am. These babies should always be delivered by cesarean section. അങ്ങനെയാണോ പറഞ്ഞേക്കണേ? ബ്രീച്ച് ബേബീസ്, ദീസ് ബേബീസ് എന്ന് വെച്ചാൽ ബ്രീച്ച് ബേബീസിനെ എപ്പോഴും സിസേറിയൻ സെക്ഷനിലൂടെ ഡെലിവറി ചെയ്യണം എന്നാണോ ആ പാരയിൽ പറഞ്ഞേക്കണേ? അല്ല. ഓക്കെ, അടുത്തത്. C-sections don't guarantee a decreased danger of death or disease. സി സെക്ഷൻസ് ഒരിക്കലും ഡെത്തിന്റെയോ ഡിസീസിന്റെയോ ഡേഞ്ചർ കുറയ്ക്കുന്നു എന്നുള്ളൊരു ഗ്യാരണ്ടി ഇല്ല എന്നാണോ അവിടെ പറഞ്ഞേക്കണേ? അങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളായിട്ട് ഊഹിക്കരുത്, അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കണേ കേട്ടോ. അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്തത്. Decisions about whether to use C-section should be made on a case-to-case basis. അങ്ങനത്തെ ഒരു പോയിന്റ് അവിടെ മെയ്ഡ് ചെയ്തിട്ടുണ്ടോ? സി സെക്ഷൻ വേണമോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം കേസ് ടു കേസ് ബേസിസിൽ വേണം. ഓക്കെ, അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, C-sections are recommended for women who face any kind of potential birth complication. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സി സെക്ഷൻസ് സ്ത്രീകൾക്ക് എന്തെങ്കിലും ബർത്ത് കോംപ്ലിക്കേഷൻ ഉള്ള സ്ത്രീകൾക്ക് റെക്കമെൻഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അപ്പൊ അനൂപ് ആൻഡ് അതേഴ്സ് ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലൈസ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ? ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിവിജ്വൽ സിനാരിയോ അനുസരിച്ചല്ലേ? അപ്പൊ കേസ് ടു കേസ് അല്ലേ? അപ്പൊ ആൻസർ ഏതാ? സി. അനൂപ് ഓക്കെ ആണോ? സി അല്ലേ ആൻസർ? ജിബു ഓക്കെ ആണോ? യെസ്. No, ma'am. Can you explain again, please? Okay, ഞാൻ പറയാം. ഒരു സെക്കൻഡ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാരയിലോട്ട് ഒന്നുകൂടി പോവാം. അപ്പൊ പാര തുടങ്ങുന്നത് എങ്ങനെയാണ്? പല ഹൈ റിസ്ക് പ്രഗ്നൻസിയിലും ലൈക് ബ്രീച്ച് പ്രസന്റേഷൻ ഒക്കെ പോലെ ഒരവസ്ഥയില് പല സ്റ്റഡീസും പറയുന്നത് സിസേറിയൻ സെക്ഷൻസ് ആണ് സേഫസ്റ്റ് ഡെലിവറി മെത്തേഡ് എന്നാണ് പറയുന്നത്, പല സ്റ്റഡീസും. പക്ഷെ ഇവിടെ ഈ പ്രൊഫസർ ഇഫ്രു ബെഹാൻ ഇഥിയോപ്പിയയിലെ അയാൾ പറയുന്നത് എപ്പോഴും സി സെക്ഷൻ ബ്രീച്ച് കേസസിന് വേണ്ടി വരും എന്നുള്ളതല്ല, വരേണ്ടി വരില്ല പലപ്പോഴും സി സെക്ഷൻ. എന്തിന്? ബ്രീച്ച് കേസസിന്. ഹി എക്സ്പ്ലെയിൻസ് വൈ സി സെക്ഷൻസ് മേ നോട്ട് ഓൾവേസ് ബി റിക്വയർഡ്. ആരാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഈ പ്രൊഫസർ പറയാണ് എന്തുകൊണ്ടാണ് സി സെക്ഷൻ എപ്പോഴും അത് ആവശ്യം ആകേണ്ടി വരില്ല എന്ത് കേസില്? ബ്രീച്ച് കേസസിൽ എന്ന് ആര് പറയാണ്? പ്രൊഫസർ പറയാണ്. ഓക്കെ, ഇനി എന്നിട്ട് അയാൾ പറയാണ് ദ റിലേറ്റീവ് റിസ്ക് ഓഫ് പെരിനേറ്റൽ മോർട്ടാലിറ്റി, പെരിനേറ്റൽ ഡെത്ത് റേറ്റും ഡിസീസ് റേറ്റും കമ്പയർഡ് ആയിട്ടുള്ള റിസ്ക് എന്ത് രണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ വാജിനൽ ഡെലിവറിയും സിസേറിയൻ സെക്ഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു റിസ്ക് വാജിനൽ ഡെലിവറിക്ക് 2 or 5 മടങ്ങോ കൂടുതലാണ് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ആബ്സല്യൂട്ട് റിസ്ക് എന്ന് പറയുമ്പോൾ എന്താ? ആബ്സല്യൂട്ട് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാണ്ട് ഒരു സംഭവത്തിന് മൊത്തത്തിലുള്ള റിസ്ക് കുറവാണ് വാജിനൽ ബ്രീച്ച് ഡെലിവറിയുടെ. ഓക്കെ, അപ്പൊ പല സ്റ്റഡീസും പറയുന്നു ഈ ബ്രീച്ച് ബർത്ത് ആണെങ്കിൽ സിസേറിയൻ സെക്ഷൻ തന്നെ അതാണ് സേഫസ്റ്റ് മെത്തേഡ് ഓഫ് ഡെലിവറി. പക്ഷെ പ്രൊഫസർ ഇഫ്രു ബെഹാൻ പറയാണ് എപ്പോഴും ബ്രീച്ച് കേസസിന് എപ്പോഴും സി സെക്ഷൻ അനിവാര്യമായെന്ന് വരില്ല, എപ്പോഴും അത് വേണമെന്നില്ല. അതിന് കാരണങ്ങളുണ്ട്. എന്നിട്ട് അയാൾ പറയാണ് നമ്മളിപ്പോ വാജിനൽ ഡെലിവറിനെ വെൻ വി ആർ കമ്പയറിംഗ് ഇറ്റ് വിത്ത് പ്ലാൻഡ് സിസേറിയൻ സെക്ഷൻ, പ്ലാൻഡ് വാജിനൽ ബ്രീച്ച് ഡെലിവറിനെ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യുന്നത്? പ്ലാൻഡ് സിസേറിയൻ സെക്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോർട്ടാലിറ്റി മോർബിഡിറ്റി റേറ്റ് 2 or 5 മടങ്ങോ കൂടുതലായിരിക്കും വാജിനലിന്. ഓക്കെ, അപ്പൊ അത് അയാൾ പറയാം. പക്ഷെ എന്നിട്ട് അയാൾ പറയുന്നത് പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യാണ്ട് അതിന്റെ വാജിനൽ ബ്രീച്ച് ഡെലിവറിയുടെ മാത്രം റിസ്ക്, ആബ്സല്യൂട്ട് റിസ്ക് എടുക്കുമ്പോൾ അത് വളരെ കുറവാണ്. കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ റിസ്ക് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത്, പക്ഷെ അതിനെ മാത്രമായിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ
നമ്മുടെ പ്രാക്ടീസ് ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് അറൌണ്ട് ഡെലിവറി. ഒരു ബ്രീച്ച് ബേബിനെ ഡെലിവറി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യണം? ഇൻഡിവിജ്വലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ആ ഇൻഡിവിജ്വൽ കേസസിനെ ബേസ്ഡ് ഡിസിഷൻ ആയിരിക്കണം. അതാണ് റെക്കമെൻഡഡ്. അല്ലാതെ എപ്പോഴും ബ്രീച്ച് ബേബീസ് ആണെങ്കിൽ സിസേറിയൻ സെക്ഷൻ ആണ് സേഫസ്റ്റ് അങ്ങനത്തെ ഉള്ളൊരു ഇതിലായിരിക്കരുത് നമ്മള്. കാരണം കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസ്ക് കൂടുതലായിട്ട് തോന്നുന്നത്. പക്ഷെ ആബ്സല്യൂട്ട് റിസ്ക് എപ്പോഴും വാജിനൽ ബ്രീച്ച് ഡെലിവറിക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഓരോ ബ്രീച്ച് ബേബീസിനും ഓരോ കേസ് അനുസരിച്ച് ഇൻഡിവിജ്വലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. ഇൻഡിവിജ്വൽ കേസ് അനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനം എടുക്കണ്ടേ. അനുപിന് മനസ്സിലായോ? ക്ലിയർ കട്ട് ആയോ? അപ്പൊ അത് മനസ്സിൽ വെച്ച് ഇനി ഓപ്ഷൻ വായിച്ചു നോക്കി. അങ്ങനെയല്ലേ പറയണേ? തീരുമാനം എന്റെ കേസ് ടു കേസ് ബേസ് ആയിരിക്കും. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരാൾ തീരുമാനം എടുക്കണമെന്നല്ല കേട്ടോ. ഇൻഡിവിജ്വലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, ഇൻഡിവിജ്വൽ കേസസ് അനുസരിച്ചുള്ള ഡിസിഷൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് സി ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടോ. അടുത്തത് ഓക്കെ, സ്മിത അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. അൺമ്യൂട്ട് ചെയ്തോ സ്മിത, മ്യൂട്ടിലാണ്. Yes, ma'am. Dr. Helen White believes midwives could promote vaginal birth among women who have. ഒന്ന് വായിച്ചു. നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. ഡോക്ടർ ഹെലൻ വൈറ്റ് വിശ്വസിക്കുന്നു, ബിലീവ്സ്, മിഡ്വൈഫ്സ് കുഡ് പ്രൊമോട്ട്, മിഡ്വൈഫ്സിന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയേക്കാം എന്ത്? വാജിനൽ ബർത്ത് എമംഗ് വിമൻ ഹു ഹാവ്. അപ്പൊ നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കണ്ടേ? some കണ്ടീഷൻ ആണോ? അങ്ങനെയാണോ? എമംഗ് വിമൻ ഹു ഹാവ്. അപ്പൊ നമുക്ക് എമംഗ് വിമൻ ഹു ഹാവ് പർട്ടിക്കുലർ കണ്ടീഷൻ ഉള്ള ആര്? എന്താ നമുക്കപ്പോ ആരെ കണ്ടുപിടിക്കണ്ടേ? ഏത് ഗ്രൂപ്പ് സ്ത്രീകളാണ്? ഹു ഹാവ് വാട്ട്? ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഇന്റർപ്രേറ്റ് ചെയ്യും? അക്കോർഡിംഗ് ടു ഓക്കെ, പറഞ്ഞു സ്മിത, പറഞ്ഞു, ഞാൻ എഴുതാം. അക്കോർഡിംഗ് ടു ഡോക്ടർ Helen White, midwives could promote vaginal birth for which group of women? Among what group of women? Correct. Could promote vaginal birth among എന്തുള്ള സ്ത്രീകൾ? എങ്ങനത്തെ സ്ത്രീകൾ? among what type of women? among what type of women? ഏത് ടൈപ്പ് സ്ത്രീകൾ? ഏത് സ്ത്രീകളിലാണ് ആർക്ക് പ്രൊമോട്ട് ഇവര് മിഡ്വൈഫ്സിന് വാജിനൽ ബർത്ത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുക എന്നാണ് ഹെലൻ വൈറ്റ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ. ഓക്കെ, അവര് വിമൻ കഴിഞ്ഞിട്ട് ഹു ഹാവ് എന്നിട്ടേക്കണം. അപ്പൊ നമ്മുടെ ഫോക്കസ് എന്താ? ഈ ഹു റെഫർ ചെയ്യുന്ന വിമനെയാണ്. ആ വിമനിലാണ് നമ്മുടെ ഫോക്കസ്. അപ്പൊ നമ്മൾ എങ്ങനെയാ? ഡോക്ടർ ഹെലൻ വൈറ്റ് വിശ്വസിക്കുന്നു മിഡ്വൈഫ്സിന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്ത്? വാജിനൽ ബർത്ത് എമംഗ് ആരില്? വിമനില്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്ന എങ്ങനത്തെ സ്ത്രീകൾ? According to Dr. Helen White, midwives could promote vaginal birth among what type of women? ഏത് സ്ത്രീകളിലാണ്, എങ്ങനത്തെ സ്ത്രീകളിലാണ് vaginal birth midwivesന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക? All of you, are you guys with me? ഇത് ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പാരഗ്രാഫ് നോക്കാം. 4th പാരഗ്രാഫ് കേട്ടോ, ഒന്ന് വായിച്ചു. All of you take 55 seconds, go through the paragraph. ഓക്കെ, സ്മിത ഇവിടെ വരെ വായിച്ചു. ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. ഇവിടെ വരെ വായിച്ചു. Yes, ma'am. Previous childbirth experiences impact decision making about methods of childbirth. Dr. Helen White, a midwifery lecturer at the University of Manchester, reviewed the care and outcomes of 405 women who gave birth after previously having a C-section. She says, where it can be achieved safely, vaginal birth is preferable, but there is a real possibility that women who have already had a cesarean once before may choose to have once again. Okay. അപ്പോ ഇവിടെ ഡോക്ടർ ഹെലൻ വൈറ്റിന്റെ ഇതാണ്. അപ്പൊ നമുക്ക് നോക്കാം. അവർ ഒരു മിനിറ്റ് ഞാൻ സ്ക്രീൻ ലോഡ് ചെയ്യട്ടെ. ഓക്കെ, പ്രീവിയസ്
ചൈൽഡ് ബർത്ത് എക്സ്പീരിയൻസസ്, മുൻപുണ്ടായ ഡെലിവറി ചൈൽഡ് ബർത്തിന്റെ അനുഭവങ്ങള് ഏത് മെത്തേഡ് ഓഫ് ചൈൽഡ് ബർത്ത് വേണം എന്നതിന്റെ ഡിസിഷന് എഫക്ട് ചെയ്തേക്കാം. അപ്പൊ സ്ത്രീകൾ ഇതിക്ക് മുമ്പ് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെലിവറി ഏത് മെത്തേഡിലായിരുന്നു അത് എന്തിനാ എഫക്ട് ചെയ്തേക്കാം. ഇപ്പോഴത്തെ മെത്തേഡ്സ് ഈ സമയം പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അതിന്റെ ഏത് ഡെലിവറി ചൂസ് ചെയ്യണം എന്നുള്ളത് അന്നത്തെ പണ്ടത്തെ ഡിസിഷൻ അതിനെ എഫക്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ മുൻപത്തെ എക്സ്പീരിയൻസ് അതിനെ എഫക്ട് ചെയ്യും. Dr. Helen White, a midwifery lecturer at the University of Manchester, reviewed the care and outcomes of 405 women who gave birth after previously having cesarean section. അപ്പോൾ ഡോക്ടർ ഹെലൻ വൈറ്റ് 405 സ്ത്രീകളുടെ ഇതിക്ക് മുൻപ് സിസേറിയനിലൂടെ കുട്ടികളെ ഡെലിവറി ചെയ്ത സ്ത്രീകളുടെ കെയറും അതിന്റെ റിസൾട്ട്സും അവര് റിവ്യൂ ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: where it can be achieved safely, എവിടെയൊക്കെ നമുക്ക് സേഫ്ലി ഇത് അച്ചീവ് ചെയ്യാൻ പറ്റൂ, അച്ചീവ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ എന്താണ് പ്രിഫേർഡ് ആയിട്ടുള്ളത്? വാജിനൽ ബർത്ത് ആണ് പ്രിഫേർഡ് ആയിട്ടുള്ളത്. പക്ഷെ ശരിക്കുള്ള ഒരു സാധ്യതയുണ്ട്. എന്തിനുള്ള സാധ്യത? സ്ത്രീകൾ ഓൾറെഡി ഇതിക്ക് മുൻപ് സിസേറിയൻ സെക്ഷൻ ഒരു തവണ അണ്ടർഗോ ചെയ്ത സ്ത്രീകൾ വീണ്ടും ആ മെത്തേഡ് ഓഫ് ഡെലിവറി തന്നെ ചൂസ് ചെയ്തേക്കാം. അതിനുള്ള നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി എൻഡ് വരെ വായിച്ചോട്ടോ. Yes, ma'am. There aren't many initiatives out there to break this cycle, but our research shows that midwives are best placed to promote vaginal birth. We are not proposing that women should reject cesarean birth when a C-section is medically advised. However, we believe that promoting vaginal birth among women who have previously had C-sections is important, and we suggest that midwives are important figures in promoting vaginal birth in suitable women. അപ്പൊ ഇവര് പറഞ്ഞു എവിടെയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മൾ വാജിനൽ ബർത്ത് ആണ് പ്രിഫേർഡ്. പക്ഷെ ഒരു സ്ത്രീ ഇതിക്ക് മുമ്പ് സിസേറിയൻ അണ്ടർഗോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടും അവർ അതായിരിക്കും ചൂസ് ചെയ്യാൻ പോവുക. എന്നിട്ട് അവർ പറയുന്നത് there aren't many initiatives out there to break. അപ്പൊ ഈ സൈക്കിൾ ഒരു തവണ അണ്ടർഗോ ചെയ്താൽ വീണ്ടും അത് തന്നെ ചൂസ് ചെയ്യുന്ന ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് വേറെ അത് ബ്രേക്ക് ചെയ്ത നമ്മുടെ ഇനീഷ്യേറ്റീവ്സ് ഒന്നും ഇല്ല. പക്ഷെ ഞങ്ങളുടെ റിസർച്ച് കാണിക്കുന്നു വാജിനൽ ബർത്ത് പ്രൊമോട്ട് ചെയ്യാൻ ബെസ്റ്റ് പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാരാ? മിഡ്വൈഫ്സ് ആണ്. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ പറയുന്നത് സ്ത്രീകള് സിസേറിയൻ ബർത്ത് എപ്പോഴും റിജക്ട് ചെയ്യണം, സി സെക്ഷൻ വേണ്ട, മെഡിക്കലി അഡ്വൈസ് ചെയ്ത സാഹചര്യത്തിലും സി സെക്ഷൻ റിജക്ട് ചെയ്യണം എന്നല്ല ഞങ്ങൾ പറയണേ. പക്ഷെ ഞങ്ങൾ ബിലീവ് ചെയ്യുന്നു പ്രൊമോട്ടിംഗ് വാജിനൽ ബർത്ത് എമംഗ് വിമൻ ഹു ഹാവ് പ്രീവിയസ്ലി ഹാഡ് സി സെക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ്. ഞങ്ങൾ പറയാം മെഡിക്കലി അവർക്ക് സി സെക്ഷൻ ആണ് അഡ്വൈസ് ചെയ്തെങ്കിൽ എങ്കിൽ അത് അവർ റിജക്ട് ചെയ്ത് വാജിനൽ ബർത്ത് ചൂസ് ചെയ്യാം, അങ്ങനെയല്ല ഞങ്ങൾ പറയണേ. ഓൾറെഡി സി സെക്ഷൻ അണ്ടർഗോ ചെയ്ത സ്ത്രീകളുടെ ഇടയിൽ വാജിനൽ ബർത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് പ്രൊമോട്ട് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ത്രീകളിൽ, അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ത്രീകളിൽ വാജിനൽ ബർത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് ആരാണ്? മിഡ്വൈഫ്സ് ആണ്. ഒന്ന് നോക്കി. അപ്പോൾ ഇതിക്ക് മുൻപുണ്ടായ ചൈൽഡ് ബർത്ത് എക്സ്പീരിയൻസ് പിന്നീടുള്ള ചൈൽഡ് ബർത്ത് മെത്തേഡ്സിന്റെ ഡിസിഷൻ മേക്കിംഗ് ഇമ്പാക്ട് ചെയ്യും. ഡോക്ടർ ഹെലൻ വൈറ്റ് 405 സ്ത്രീകളുടെ കെയറും റിസൾട്ട്സും സിസേറിയൻ സെക്ഷൻ ഓൾറെഡി അണ്ടർഗോ ചെയ്ത അങ്ങനത്തെ സ്ത്രീകളുടെ കെയറും റിസൾട്ട്സ് ഒക്കെ അവർ അനലൈസ് ചെയ്തിട്ട് അവർ പറയുന്നത് എവിടെയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വാജിനൽ ബർത്ത് ആണ്. പക്ഷേ ഒരു തവണ സിസേറിയൻ സെക്ഷൻ അണ്ടർഗോ ചെയ്ത സ്ത്രീകള് പലപ്പോഴും അത് തന്നെ ചൂസ് ചെയ്യാനുള്ള ശരിക്കുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ നമ്മുടെ ഇനീഷ്യേറ്റീവ്സ് ഇല്ലാതാണ്. പക്ഷെ ഞങ്ങളുടെ റിസർച്ച് കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിഡ്വൈഫ്സ് ആണ് വാജിനൽ ബർത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആൾക്കാർ. ഞങ്ങൾ പറയുന്നത് വിമൻ സിസേറിയൻ ബർത്ത് സി സെക്ഷൻ അഡ്വൈസ് ചെയ്ത സമയത്ത് മെഡിക്കലി അഡ്വൈസബിൾ ആവുമ്പോഴും റിജക്ട് ചെയ്യണം എന്നല്ല. പക്ഷെ ഞങ്ങൾ ബിലീവ് ചെയ്യുന്നു വാജിനൽ ബർത്ത് ഓൾറെഡി സിസേറിയൻ സെക്ഷൻ അണ്ടർഗോ ചെയ്ത സ്ത്രീകളുടെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ആൻഡ് അതിന് ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് ആണ് മിഡ്വൈഫ്സ്. അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ത്രീകളിൽ ഒന്ന് നോക്കി. Are all of you with me? Clear അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സ്മിത ഓപ്ഷൻ ചേർത്ത് വായിച്ചേ. ഇൻകംപ്ലീറ്റ് ക്വസ്റ്റൻ ആട്ടോ. Option A. Dr. Helen White believes midwives could promote vaginal birth among women who have become pregnant for the first time. ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ വാജിനൽ ബർത്ത് പ്രൊമോട്ട് ചെയ്യണം എന്നാണോ? No. അല്ലല്ലോ, ഉറപ്പല്ലേ? അടുത്തത്. Option B. Dr. Helen White believes midwives could promote vaginal birth among women who have had a C-section and do not want to have one again. ഓൾറെഡി സി സെക്ഷൻ അണ്ടർഗോ ചെയ്തു വീണ്ടും സി സെക്ഷൻ വേണ്ടാന്ന് പറഞ്ഞ സ്ത്രീകളുടെ ഇടയിലാണോ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞേക്കണേ? No. അല്ല. അപ്പൊ അടുത്തത്. Option C. Dr. Helen White believes midwives could promote vaginal birth among women who have been recommended a C-section
but are reluctant to have one. അപ്പൊ ഓൾറെഡി സി സെക്ഷൻ റെക്കമെൻഡ് ചെയ്തു, പക്ഷെ അതിന് റിലക്റ്റൻസ് കാണിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്കാണോ? Can be the answer. സ്മിത വായിച്ചു നോക്കി, വായിച്ചോക്ക്. ഹു ഹാവ് സി സെക്ഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ റിലക്റ്റന്റ് ആയിട്ടുള്ള സ്ത്രീകളിലാണോ മിഡ്വൈഫ്സ് പോയി പ്രൊമോട്ട് ചെയ്യേണ്ടത്? അല്ല. അടുത്തത് വായിച്ചേ. അപ്പൊ ഡി ആണ് ആൻസർ. ഒന്ന് ചേർത്ത് വായിച്ചേ. Option D. Dr. Helen White believes midwives could promote vaginal birth among women who have had a C-section and are not at any sort of risk in their present pregnancy. അല്ല, സി സെക്ഷൻ ഇതിക്ക് മുമ്പ് ഉണ്ട്, ഇപ്പൊ അവര് റിസ്കിലൊന്നും അല്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വാജിനൽ ബർത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അല്ലെ. സ്യൂട്ടബിൾ ആയി ഓൾറെഡി സി സെക്ഷൻ അണ്ടർഗോ ചെയ്ത് ഇപ്പൊ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മെഡിക്കലി അഡ്വൈസ്ഡ് ആണെങ്കിൽ വേണ്ട, മെഡിക്കലി സി സെക്ഷൻ ആണ് അഡ്വൈസ്ഡ് എങ്കിൽ അങ്ങനെയുള്ളവർ റിജക്ട് ചെയ്യേണ്ട, അല്ലാതെയുള്ള ആൾക്കാരിലല്ലേ. അതുകൊണ്ടാണ് അവർ പറഞ്ഞേക്കുന്നത് ഓൾറെഡി സി സെക്ഷൻ അണ്ടർഗോ ചെയ്തിട്ടുണ്ട്, ഇതിക്ക് മുമ്പ് സി സെക്ഷൻ അണ്ടർഗോ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇപ്പൊ വലിയ റിസ്ക് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരിലാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഒന്ന് വായിച്ചു നോക്കി സ്മിത. ഓപ്ഷൻ സിയുടെ മീനിങ് ഒന്ന് വായിച്ചു മനസ്സിലാക്കി. സി സെക്ഷൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ട് പക്ഷെ റിലക്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടെ റിലക്റ്റന്റ് ആയ സ്ത്രീകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് മെഡിക്കലി അഡ്വൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾ റിജക്ട് ചെയ്യല്ലേ എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിട്ടോ. ഇത് പ്രീറ്റി സ്ട്രേറ്റ് ഫോർവേഡ് ആട്ടോ. ഓക്കെ, ഞാൻ അടുത്തതിലോട്ട് പോവാട്ടോ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. അടുത്തത് ഇറ്റ്സ് an interesting question. Okay, Anu, can you read the next question for me if it's okay with you? Yeah. The writer uses the example of the Luton and Dunstable maternity unit to show that. The writer use ചെയ്യുന്നത് the example of Luton and Dunstable maternity unit. Luton and Dunstable maternity unitന്റെ എക്സാമ്പിൾ ഉപയോഗിക്കുന്നു to show that. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? To show, റൈറ്റർ ലൂട്ടൺ ആൻഡ് ഡൺസ്റ്റേബിൾ മെറ്റേണിറ്റി യൂണിറ്റിന്റെ എക്സാമ്പിൾ ഉപയോഗിക്കുന്നു to show that, കാണിക്കാൻ. അപ്പൊ to show what? Very good. To show what does the writer use the example of Luton and Dunstable maternity unit. Okay, maternity എന്ത് കാണിച്ചിട്ടാണ് എന്ത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റർ ലൂട്ടൺ ആൻഡ് ഡൺസ്റ്റേബിൾ മെറ്റേണിറ്റി യൂണിറ്റിന്റെ എക്സാമ്പിൾ ഉപയോഗിക്കുന്നത്? അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ കോഫിയുടെ കാര്യം ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരു കോഫിയുടെ എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ആ എക്സാമ്പിൾ ഞാൻ ആ എക്സാമ്പിൾ ഇതിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ പറയാണ് I love, ഞാൻ അത് വേറെ രീതിയിൽ കാണിച്ചത്. I love traveling a lot. Okay. For instance, last year itself, I visited 4 countries. Okay. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ എന്ത് കാണിക്കാൻ ഈ എക്സാമ്പിൾ ഉപയോഗിച്ചേക്കണേ? ഒന്ന് നോക്കി, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കി. I love traveling a lot. For instance, last year itself I visited 4 countries. അപ്പൊ എന്ത് കാണിക്കാൻ വേണ്ട ഞാൻ ഈ എക്സാമ്പിൾ ഉപയോഗിച്ചു? To convey what did I use this example? ഒന്ന് പറഞ്ഞേ, എന്ത് ഐഡിയ കൺവേ ചെയ്യാനാണ് ഞാൻ ഈ എക്സാമ്പിൾ ഉപയോഗിച്ചത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ട്രാവലിംഗ്. ബിജി ഒന്ന് പറഞ്ഞേ, എന്ത് കാര്യം കൺവേ ചെയ്യാനാണ് ഞാൻ എക്സാമ്പിൾ ഉപയോഗിച്ചത്? ഞാൻ ട്രാവല് ഒരുപാട്, ഐ ലവ് ട്രാവലിംഗ് അലോട്ട്. ഈ പോയിന്റ് ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ എക്സാമ്പിൾ ഉപയോഗിച്ചത് കേട്ടോ. ഇത് മനസ്സിൽ വെക്കാം കേട്ടോ, ഇത് മനസ്സിൽ വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പാര നോക്കാം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നിങ്ങൾ അടുത്ത പാര ഒന്ന് വായിച്ചു, ഇത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ അടുത്ത പാര വായിക്കും കേട്ടോ. ഒന്ന് വായിച്ചു കേട്ടോ. Okay, all right. Anu, ഇവിടെ വരെ ഒന്ന് വായിച്ചു. There is evidence that C-section rates are also influenced by maternity practices in healthcare institutions. Low C-section rates, consistently below 20%, can be achieved by maternity units applying best practice to pregnancy, labor, and birth management.
ഓക്കെ, സോ അവരിവിടെ പറഞ്ഞേക്കുന്നത് എവിഡൻസ് ഉണ്ട് സി സെക്ഷൻ റേറ്റ്സ് മെറ്റേണൽ പ്രാക്ടീസുകൾ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ മെറ്റേണിറ്റി പ്രാക്ടീസസ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? അവിടുത്തെ സി സെക്ഷൻ റേറ്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ലോ സി സെക്ഷൻ റേറ്റ്സ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ്ലി അഗെയിൻ ആൻഡ് അഗെയിൻ അവരുടെ ഒരു മെറ്റേണിറ്റി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സി സെക്ഷൻ റേറ്റ് ബിലോ 20% ആണെങ്കിൽ അതിന് ലോ സി സെക്ഷൻ റേറ്റ് എന്ന് പറയും. അത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം? By maternity units applying best practice to pregnancy, labor and birth management. Okay. അപ്പോ ഒരു സ്ഥാപനത്തിന് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെറ്റേണിറ്റി പ്രാക്ടീസസ് അവിടുത്തെ സി സെക്ഷൻ റേറ്റിനെ ബാധിച്ചേക്കാം. ലോ സി സെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ 20%, കൺസിസ്റ്റന്റ്ലി ബിലോ 20%. ആ ഒരു റേറ്റ് അച്ചീവ് ചെയ്യാൻ മെറ്റേണിറ്റി യൂണിറ്റ്സിന് പറ്റും. എങ്ങനെ? ബെസ്റ്റ് പ്രഗ്നൻസി, ലേബർ, ബർത്ത് മാനേജ്മെന്റ് ഈ ഏരിയയിലൊക്കെ ബെസ്റ്റ് പ്രാക്ടീസ് അപ്ലൈ ചെയ്തിട്ട്. Okay, all right. Next, till here, till the end, വായിച്ചു കേട്ടോ, till the end. At the maternity unit at Luton and Dunstable Hospital in the UK, the wake-up call came when the unit C-sections rate peaked at 31%. To counter this, the hospital made a commitment to create more awareness about the benefits of vaginal birth. A midwife lead responsible for promoting normal birth with the staff and pregnant women was appointed. A birth options clinic for women who had previously had a cesarean was set up. As a result, 80% of women who attended the birth options clinic tried a vaginal birth, and around half were successful in bringing down the unit C-section rate. Okay, എന്നിട്ട് അവർ പറയുന്ന മെറ്റേണിറ്റി പ്രാക്ടീസസുകൾ സി സെക്ഷൻ റേറ്റിനെ ബാധിക്കും. ബിലോ 20% ആണ് ലോ സി സെക്ഷൻ റേറ്റ് എന്ന് പറയാം. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യണം? അവര് ബെസ്റ്റ് പ്രാക്ടീസസ് പ്രഗ്നൻസി, ലേബർ, ബർത്ത് മാനേജ്മെന്റ് ഈ ഏരിയയിൽ ബെസ്റ്റ് പ്രാക്ടീസ് അവർ അപ്ലൈ ചെയ്യണം. ഇനി എന്നിട്ട് അവർ എക്സാമ്പിളിലോട്ട് കടക്കുക കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലാക്കണേ. At the maternity unit at Luton and Dunstable Hospital in the UK, യിലെ ഒരു ഹോസ്പിറ്റലിലെ മെറ്റേണിറ്റി യൂണിറ്റില് the wake-up call came. Wake-up call എന്ന് പറഞ്ഞാൽ അവർ അലേർട്ടായി, അവര് അലേർട്ട് ആയിട്ടുള്ള ഒരു സംഭവം വന്നത്, അവർ അലേർട്ട് ചെയ്തൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും വന്നേ അവരുടെ സി സെക്ഷൻ റേറ്റ് 31% എത്തി. ഓക്കെ, അതിനെതിരെ ടു കൗണ്ടർ ആക്ട് ദിസ്, ടു അഗെയിൻസ്റ്റ് ദിസ് അവർ എന്ത് ചെയ്തു? ഹോസ്പിറ്റൽ ഒരു കമ്മിറ്റ്മെന്റ് മേക്ക് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? വാജിനൽ ബർത്തിന്റെ ബെനിഫിറ്റ്സ് അതിനുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ അവരൊരു കമ്മിറ്റ്മെന്റ് മേക്ക് ചെയ്തു. കാരണം എന്താ? അവരുടെ സി സെക്ഷൻ റേറ്റ് 31% വന്നു. ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ 20 ആണ്, ഇവരുടെ 31% എത്തി. എന്നിട്ട് അവരെന്താ ചെയ്ത്? അവർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. മിഡ്വൈഫ് ലീഡ് റെസ്പോൺസിബിൾ ഫോർ പ്രൊമോട്ടിംഗ് നോർമൽ ബർത്ത് വിത്ത് സ്റ്റാഫ് ആൻഡ് പ്രഗ്നന്റ് വിമൻ വാസ് അപ്പോയിന്റഡ്. അവരൊരു മിഡ്വൈഫ് ലീഡിനെ അപ്പോയിന്റ് ചെയ്തു. അവരുടെ ജോലി എന്തായിരുന്നു? നോർമൽ ബർത്ത്, വാജിനൽ ബർത്ത് സ്റ്റാഫിന്റെ ഇടയ്ക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഇടയ്ക്കും പ്രൊമോട്ട് ചെയ്യാം. അതിനുവേണ്ടി അവരെ അപ്പോയിന്റ് ചെയ്തു. പിന്നെ a birth option clinic for women who had previously had a cesarean section was set up. അവർ ഇതിക്ക് മുൻപ് cesarean section അണ്ടർഗോ ചെയ്ത സ്ത്രീകൾക്ക് വേണ്ടി ഒരു ബർത്ത് ഓപ്ഷൻ ക്ലിനിക്സ് സെറ്റപ്പ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് 80% സ്ത്രീകൾ ബർത്ത് ഓപ്ഷൻസ് അറ്റൻഡ് ചെയ്ത 80% സ്ത്രീകളും എന്ത് ട്രൈ ചെയ്തു? വാജിനൽ ബർത്ത് ട്രൈ ചെയ്തു. എന്നിട്ട് അതിൽ പകുതി പേരും സക്സസ്ഫുൾ ആയിരുന്നു. എന്ത് താഴോട്ട് കൊണ്ടുവരാൻ? അവരുടെ സി സെക്ഷൻ റേറ്റ് കുറച്ചു കൊണ്ടുവരാൻ ഈ ഹോസ്പിറ്റലിൽ. നിങ്ങളൊന്ന് വായിച്ചു. അപ്പൊ ഇവിടം വരെ ആയിട്ടോ നമ്മുടെ എക്സാമ്പിള്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ മുമ്പത്തെ സെന്റൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്ക്. ഓൾ ഓഫ് യു ഓക്കെ ആണോ? മനസ്സിലായോ? അനൂപ്, ഐശ്വര്യ, ഷെൽബി, രാധിക, ജിബു ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ഒന്ന് ഓപ്ഷൻസ് ചേർത്ത് വായിച്ചോളൂ അനൂപ്, ഓരോ ഓപ്ഷൻസ് വിത്ത് ക്വസ്റ്റ്യൻ. The Luton and Dunstable maternity unit to show that employing a midwife creates a better environment for births. ഡെലിവറിക്ക് ഒരു ബെറ്റർ എൻവയൺമെന്റ് മിഡ്വൈഫിനെ അപ്പോയിന്റ് ചെയ്യുന്നതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയാനാണോ? അവര് മിഡ്വൈഫിനെയാണോ അപ്പോയിന്റ് ചെയ്തത്? മിഡ്വൈഫ് ലീഡിനെയല്ലേ അപ്പോയിന്റ് ചെയ്തത്? അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല, അല്ലാതെ എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണോ? അല്ല, അപ്പൊ അതല്ല. ഓക്കെ, അടുത്തത്. The Luton and Dunstable maternity unit to show that measures to create awareness have an effect on
patient choices. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ the writer uses the example of the Luton and Dunstable maternity unit to show that measures to create awareness create ചെയ്യാനുള്ള മെഷേഴ്സ് കൊണ്ട് നമുക്ക് പേഷ്യന്റിന്റെ ചോയ്സിൽ ഒരു ഇഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് കാണിക്കാനാണോ എക്സാമ്പിൾ ഉപയോഗിച്ചത്? No. Okay, അടുത്തത് The Luton and Dunstable maternity unit to show that adhering to tried and tested maternity methods, procedures, improved outcomes. Adhering to, the writer uses the example of Luton and Dunstable maternity unit to show that adhering, following tried and tested maternity methods produces improved outcomes. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതാണോ? ഓപ്ഷൻ ഡി കൂടി വായിച്ചോട്ടോ. ഡി വായിച്ചോ. The Luton and Dunstable maternity unit to show that keeping a record of both help healthcare institutions maintain a good reputation. ബേർഡ്സിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാവും എന്ന് കാണിക്കാനാണോ? ആൻസർ ഇസ് സി. നിങ്ങൾ നോക്കി, ഞാൻ പറഞ്ഞില്ലേ എക്സാമ്പിൾ തരുന്നേക്കാളും മുൻപാണ് അത് എന്ത് പോയിന്റ്. എക്സാമ്പിൾ തന്നേക്കാളും മുമ്പ് എന്താ ലോ സി സെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 20% താഴെയാണ്. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ മെറ്റേണിറ്റി യൂണിറ്റ്സ് എന്ത് അപ്ലൈ ചെയ്യണം? ബെസ്റ്റ് പ്രാക്ടീസ്. എന്തിന്? പ്രഗ്നൻസി, ലേബർ ആൻഡ് ബർത്ത് മാനേജ്മെന്റ്. ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? റിസർച്ചിലൂടെയും സ്റ്റഡീസിലൂടെയും റിസർച്ച് ആൻഡ് സ്റ്റഡീസിലൂടെ നമ്മൾ എന്താന്ന് കൺഫേം ചെയ്തത്? സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയാം. അപ്പോ ലോ സി സെക്ഷൻ റേറ്റ്സ് അച്ചീവ് ചെയ്യാൻ മെറ്റേണിറ്റി യൂണിറ്റ്സ് ബെസ്റ്റ് പ്രാക്ടീസ് പ്രഗ്നൻസിയിലും ലേബറിലും ബർത്ത് മാനേജ്മെന്റിലും അവർ കൊണ്ടുവരണം. ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിസർച്ച് ആൻഡ് സ്റ്റഡീസ്. എന്നിട്ടാണ് അവർ ഈ മെറ്റേണിറ്റി യൂണിറ്റിന്റെ എക്സാമ്പിൾ പറയുന്നത്. അപ്പോ എന്തിനു വേണ്ടിയിട്ട് ഈ എക്സാമ്പിൾ അവർ കാണിച്ച് സി സെക്ഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് പ്രാക്ടീസ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യണം എന്ന് കാണിക്കാൻ. അത് പറയുന്ന പോയിന്റ് ഏതാ? സി ആണ്. നിങ്ങൾക്ക് ബി ആന്ന് തോന്നൂ കേട്ടോ. പേഷ്യൻസിന്റെ അവർ ചെയ്ത അവയർനെസ് ഒക്കെ പേഷ്യൻസിന്റെ ചോയ്സിനെ ബാധിച്ചില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ അതല്ല അവിടെ നമുക്ക് അറിയേണ്ടത് എന്താ? എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റർ, എന്ത് കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റർ ഈ എക്സാമ്പിൾ ഉപയോഗിച്ചത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഈ ട്രാവലിംഗിന്റെ എക്സാമ്പിൾ പോലെ നമ്മൾ എക്സാമ്പിൾ പറയണേക്കാളും മുമ്പായിരിക്കും എന്ത് പോയിന്റ് കാണിക്കാനാണ് ആ എക്സാമ്പിൾ പറയണതെന്ന് നമ്മൾ പോയിന്റ് നമ്മൾ മേക്ക് ചെയ്യണം പൊതുവെ. അപ്പൊ ഒരു പോയിന്റ് പറയും, ആ പോയിന്റ് ക്ലാരിഫൈ ചെയ്യാൻ നമ്മൾ എക്സാമ്പിൾ ഉപയോഗിക്കും. അപ്പൊ എക്സാമ്പിൾ എന്ത് കൺവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് ആ എക്സാമ്പിളിന് മുമ്പുള്ള ആ പോയിന്റിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടാം. അതുകൊണ്ട് സി ആണ് ആൻസർ. ക്ലിക്ക് ആയോ? എല്ലാവർക്കും ഇത് മനസ്സിലായോ? Did I convey myself clearly? സ്മിത, അനൂപ്, വിജി, മഞ്ജു, രാധിക, വീണ, ജിബു, ഐശ്വര്യ, ഷെൽബി ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ടാഴ്ചയിൽ നമ്മളിപ്പോ രണ്ടാമത്തെ തവണ ഈ എക്സാമ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് നമ്മൾ ലാസ്റ്റിന് മുൻപ് ചെയ്തതിലും ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഈ ടീം വർക്കിന്റെ ചെയ്തപ്പോൾ, ഇഫക്റ്റീവ് ടീം വർക്കിന്റെ പാർട്സ് ചെയ്തപ്പോഴും നമ്മൾ ട്യൂസ്ഡേ ക്ലാസ്സിന് ചെയ്തപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ എന്ത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പൊ അപ്പോഴും നമ്മൾ ഇത് പറഞ്ഞപ്പോ ഇഫ് മെമ്മറി സെർവ്സ് മീ റൈറ്റ്, ഹഡിൽസിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഹഡിൽസ് വെച്ചിട്ട് എന്ത് കാര്യം കൺവേ ചെയ്യണേ? ആ റീഡിങ്ങിലും ഇതുപോലത്തെ ഒരു ക്വസ്റ്റൻ. അന്ന് ഞാൻ കോഫിയുടെ എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഐഡിയ കൺവേ ചെയ്ത് ഇനി അപ്പൊ ട്രാവലിംഗിന്റെ എക്സാമ്പിൾ ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും നോക്കണം കേട്ടോ, ഇത് ശരിക്കും മനസ്സിലാക്കണം. ഓക്കെ, ഓൾറൈറ്റ്. നമുക്കപ്പോ നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സ്മിത ഒന്ന് വായിച്ചേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Yes, ma'am. In the last paragraph, these interventions refers to. അപ്പൊ നമുക്ക് these interventions എന്തിനാണ് റെഫർ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന് രണ്ട് ചോദ്യം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പാരഗ്രാഫ് വായിക്കാം. 1 second. ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് പാരഗ്രാഫ് വായിച്ചോ കേട്ടോ. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. All of you take 55 seconds, go through the last paragraph. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. These interventions ഇവിടെ നിങ്ങൾ ഫുൾ വായിച്ചോ, എന്നിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം. കാരണം രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, സ്മിത ഇവിടെ വരെ ഒന്ന് വായിച്ചു. Yes, ma'am. The World Health Organization has published a set of evidence-based recommendations on non-clinical interventions to help reduce C-section rates. Continue. ഇവിടെ വരെ കേട്ടോ. Okay, a significant part of these guidelines emphasize educational. Continue.
A significant part of these guidelines emphasize educational interventions, labor companionship, and midwife-led continuity of care. Some of these are childbirth training workshops, relaxation training programs, psychosocial couple-based prevention programs, and psychoeducation for fear of pain or anxiety. The role of midwife in all these interventions is central. ഓക്കെ, ഞാൻ അവിടെ വരെ വായിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ദീസ് ഇന്റർവെൻഷൻസ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ, ദിസും ദീസൊക്കെ വരുമ്പോൾ നമ്മൾ മുൻപത്തെ സെന്റൻസിൽ പോവാം. പക്ഷെ ഇവിടെ ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ ഞാൻ ആദ്യത്തെ സെന്റൻസിൽ തുടങ്ങാം. ഐ നീഡ് യുവർ ഫുൾ അറ്റൻഷൻ. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO has published a set of evidence-based recommendations on clinical interventions. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഒരു സെറ്റ് ഓഫ് എവിഡൻസ് പ്രൂഫ് ബേസ്ഡ് റെക്കമെൻഡേഷൻസ് എന്തിനെ കുറിച്ച്, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻസിനെ കുറിച്ച് ഒരു എവിഡൻസ് ബേസ്ഡ് റെക്കമെൻഡേഷൻസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സി സെക്ഷൻ റേറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സെറ്റ് ഓഫ് എവിഡൻസ് ബേസ്ഡ് റെക്കമെൻഡേഷൻസ് അബൌട്ട് നോൺ ക്ലിനിക്കൽ ഇന്റർവെൻഷൻസ്. നോൺ ക്ലിനിക്കൽ ഇന്റർവെൻഷൻസിനെ കുറിച്ച് കുറച്ച് റെക്കമെൻഡേഷൻസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സി സെക്ഷൻ റേറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. A significant part of these guidelines, these guidelines എന്തിനാ പറയണേ? These guidelines എന്തിനാ റെഫർ ചെയ്യണേ? ഒന്ന് പറഞ്ഞ എന്റെ അടുത്ത്. The World Organization published a set of published ചെയ്ത്, yes. അപ്പൊ these guidelines എന്താണ്? ഈ എവിഡൻസ് ബേസ്ഡ് റെക്കമെൻഡേഷൻ ഓൺ നോൺ ക്ലിനിക്കൽ ഇന്റർവെൻഷൻ. അത് അപ്പൊ ഈ ഗൈഡ് ലൈൻസിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് വെച്ചാൽ അവരെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എഡ്യൂക്കേഷണൽ ഇന്റർവെൻഷൻസ്, ലേബർ കമ്പാനിയൻഷിപ്പ് ആൻഡ് മിഡ്വൈഫ് ലെഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് കുറച്ച് ക്ലിനിക്കൽ ഇന്റർവെൻഷൻസിന്റെ റെക്കമെൻഡേഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭൂരിഭാഗവും ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഗൈഡ് ലൈൻസിന്റെ ഈ പറഞ്ഞ ഇതിന്റെ ഭൂരിഭാഗവും ഹൈലൈറ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ബേസ്ഡ് ഇന്റർവെൻഷൻസ്, ലേബറിന്റെ സമയത്ത് കമ്പാനിയൻഷിപ്പ്, മിഡ്വൈഫിനെ വെച്ചിട്ടുള്ള കണ്ടിന്യൂഡ് കെയർ, ഇതൊക്കെയാണ്. ഇനി സം ഓഫ് ദീസ് എന്താ? നേരത്തെ പറഞ്ഞത് നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഈ ഗൈഡ് ലൈൻസ്. അപ്പൊ ഈ ഗൈഡ് ലൈൻസിൽ കുറച്ച്, എന്നിട്ട് അവർ ഒന്നുകൂടി പറയണം അതിൽ കുറച്ച് എന്ന് പറയുന്നത് ഭൂരിഭാഗവും ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? ചൈൽഡ് ബർത്ത് വർക്ക്ഷോപ്പ് ട്രെയിനിങ് വർക്ക്ഷോപ്സ്, റിലാക്സേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ്, സൈക്കോ സോഷ്യൽ കപ്പിൾ ബേസ്ഡ് പ്രിവെൻഷൻ പ്രോഗ്രാംസ്, സൈക്കോ എഡ്യൂക്കേഷൻ ഫോർ ഫിയർ ഓഫ് പെയിൻ ഓർ ആൻസൈറ്റി, ഇങ്ങനത്തെ പ്രോഗ്രാംസിലാണ്. എന്നിട്ട് അവർ പറയാണ് ദ റോൾ ഓഫ് മിഡ്വൈഫ്സ് ഇൻ ഓൾ ദീസ് ഇന്റർവെൻഷൻസ്. അപ്പൊ ദീസ് ഇന്റർവെൻഷൻസ് എന്തിനാ പറയണേ? തൊട്ടു മുമ്പ് പാരയിൽ പറഞ്ഞ കാര്യമാണോ അത് ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളോ? ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതുവരെ പറഞ്ഞ എല്ലാ ഇന്റർവെൻഷൻസിലും ആരുടെ റോള് കാര്യമായിട്ടുള്ള മുഖ്യമായിട്ടുള്ളതാണ്, സെൻട്രൽ ആയിട്ടുള്ളതാണ് മിഡ്വൈഫ്സ്. അപ്പൊ നമുക്ക് ദീസ് ഇന്റർവെൻഷൻസിന്റെ മീനിങ് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് വായിച്ച സ്മിത ഓരോ ഓപ്ഷൻസും. Option A. In the last paragraph, these interventions refers to efforts by midwives to reduce the high number of surgical births. അതിന് മാത്രമാണോ? എഫേർട്സ് ഓഫ് മിഡ്വൈഫ്സ് മാത്രമാണോ? അല്ലല്ലോ, മൊത്തത്തിലല്ലേ. അപ്പൊ അത് മാത്രം എടുക്കാൻ പറ്റില്ല. അപ്പൊ എ അല്ല. അടുത്തത് Option B. These interventions refers to international guidance on encouraging preparation for childbirth. ഇന്റർനാഷണൽ ഗൈഡൻസ് എന്തിനു വേണ്ടിയിട്ട്? ചൈൽഡ് ബർത്തിന് പ്രിപ്പറേഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ ഗൈഡൻസിനെയാണോ ഈ ഇന്റർവെൻഷൻസ് റെഫർ ചെയ്യണേ? അടുത്ത് വായിച്ചോ. Option C. These interventions refers to measures taken by hospitals to highlight benefits of natural birth. ഹോസ്പിറ്റൽസ് എടുത്ത മെഷേഴ്സിനെയാണോ? No. ഓക്കെ, അടുത്ത് വായിച്ചോ. Option D. These interventions refers to programs conducted by the World Health Organization to promote natural birth. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണോ? No. അപ്പൊ ആൻസർ ഏതാ? B. ഇന്റർനാഷണൽ ഗൈഡൻസ്. സ്മിത, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ അല്ലേ? അല്ലേ? അപ്പൊ മൊത്തം ഗൈഡ് ലൈൻസിന് എല്ലാ ഇന്റർവെൻഷൻസിനും അതിൽ ആ ഇന്റർവെൻഷൻസിന് പ്രോഗ്രാമും വർക്ക്ഷോപ്പ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ബി ആണ് ആൻസർ. ക്ലിക്ക് ആയോ? ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇവിടെ ഓൾ ദീസ് ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞേക്കണേ. അതിൽ അവർ ദീസ് ഇന്റർവെൻഷൻ. അപ്പൊ ഇവിടെ ഒരു തൊട്ട് മുൻപ് കുറെ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. അതിക്ക് മുൻപ് അതിൽ ഗൈഡ് ലൈൻസ് ഹൈലൈറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഏതാ? എവിഡൻസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന എവിഡൻസ് ബേസ്ഡ് റെക്കമെൻഡേഷൻ ഓൺ നോൺ ക്ലിനിക്കൽ ഇന്റർവെൻഷൻസ്. അതുകൊണ്ടാണ് ഇത്. പ്രോഗ്രാംസ് മാത്രമല്ല കേട്ടോ, പ്രോഗ്രാംസ് ഉണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആ ഗൈഡ് ലൈൻസ് ബേസ് ചെയ്ത് ഉണ്ട്. പക്ഷെ അവരെ മാത്രമല്ല, എല്ലാത്തിനെയും ഓൾ ദീസ് ഇന്റർവെൻഷൻസ്. അതുകൊണ്ട് ബി ആണ് ആൻസർ. ക്ലിക്ക് ആയോ? ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിൽ. നിങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കണ്ട് ചാടി വീഴരുത്. ഡി അല്ല.
Okay, all right. I hope I have conveyed myself clearly. And last question from the same paragraph. And then baki vaikam. Okay, Veena, if you are there, can you read the last question for me? Yes, unmute yourself and read the last question. Okay, BG, last question, Vaisha. BG, last question, Vaisha. Unmute yourself and read the last question. In the last paragraph, the writer suggests that women opt for elective cesarean because they. But because the reason reason in the last paragraph, the writer suggests women opt for, choose elective cesarean sections. Reason for. Women choose. Yes. Reason for women opting അല്ലെങ്കിൽ choosing women choosing elective planned cesarean section. ഞാൻ CS നടാട്ടോ cesarean section. എന്തുകൊണ്ടാണ് സ്ത്രീകൾ പ്ലാൻഡ് സിസേറിയൻ സെക്ഷൻസ് ചൂസ് ചെയ്യുന്നത് റൈറ്റർ പറയുന്ന പ്രകാരം ലാസ്റ്റ് പാരയിൽ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ വരെ വായിച്ചു. നിങ്ങൾ ബാക്കിയുള്ളതൊന്നും വായിച്ചു. അപ്പൊ ബാക്കിയുള്ളതൊന്നും വായിക്കാം. ഇവിടെ നിന്ന് വായിച്ചു കേട്ടോ പിജി. ഇവിടുന്ന് ഇവിടെ വരെ വായിച്ചു. അപ്പൊ WHO പബ്ലിഷ് ചെയ്ത റെക്കമെൻഡേഷനും ആ ഇന്റർവെൻഷൻസിൽ എല്ലാത്തിലും മിഡ്വൈഫ്സിന്റെ റോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ വായിച്ചോളൂ കേട്ടോ പിജി. Kathy Warwick rightly says, I really believe that if midwives are able to make sure that women understand what their choice means for them and their baby, the risk and benefits, then far fewer women will choose elective cesareans. They will be making decisions armed with the necessary knowledge and form a position of trust in the maternity service, not one based on a fear of birth and ഹിയർസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് കേട്ട് ശരിക്കും ഫാക്ട്സ് അല്ല, കണ്ടതും കേട്ടതും കാര്യങ്ങൾ എന്ന് പറയില്ലേ, അതിനെയാണ് ഹിയർസേ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കാത്തി വാർവിക് റൈറ്റ്ലി സേസ്. അപ്പൊ ഇത്രയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരുപാട് ഇന്റർവെൻഷൻസ് ഉണ്ട്, അതിലൊക്കെ മിഡ്വൈഫ്സിന് വലിയ റോൾ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറയാണ്, നേരത്തെ പറഞ്ഞ പ്രൊഫസർ കാത്തി വാർവിക് കറക്റ്റ് ആയിട്ട് പറയുന്നു, I really believe, ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു, if midwives are able to make sure that women understand, midwivesന് ഉറപ്പുവരുത്താൻ പറ്റും, സ്ത്രീകൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് what their choices mean for them and their baby. മിഡ്വൈഫ്സിന് അവർക്ക് സ്ത്രീകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, സ്ത്രീകൾ എടുക്കുന്ന മേക്ക് ചെയ്യുന്ന ചോയ്സസ് അവർക്കും അവരുടെ കുട്ടികൾക്കും എന്ത് മീൻ ചെയ്യുന്നു എന്ന് സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ, എന്തൊക്കെ റിസ്ക്സും ബെനിഫിറ്റ്സും അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുവാണെങ്കിൽ then far fewer women will choose elective cesareans. അപ്പോൾ മിഡ്വൈഫ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ കുറച്ച് സ്ത്രീകളെ elective cesareans ചൂസ് ചെയ്യത്തുള്ളൂ. They will be making decisions armed with necessary knowledge. അപ്പൊ ദേ എന്ന് പറയുന്ന സ്ത്രീകള് ഡിസിഷൻസ് അങ്ങനെയാണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ മേക്ക് ചെയ്യും? നല്ല നോളജിന്റെയും അവയർനെസിന്റെ അടിസ്ഥാനത്തിൽ മേക്ക് ചെയ്യും. ആൻഡ് ഫ്രം പിന്നെ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നിന്ന് മെറ്റേണിറ്റി സർവീസിലെ വിശ്വാസത്തിൽ നിന്നുള്ള അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിന്നായിരിക്കും അവർ തീരുമാനം എടുക്കണേ. അല്ലാതെ ബർത്തിന്റെ ഡെലിവറിയുടെ ഒരു ഫിയർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടോ ആയിരിക്കില്ല, കണ്ടിട്ടും കേട്ടിട്ട് ഫാക്ട് ബേസ്ഡ് അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കേട്ട കാര്യങ്ങളുടെ ബേസിസിലായിരിക്കില്ല സ്ത്രീകൾ തീരുമാനം എടുക്കണേ. അപ്പൊ WHO ഇങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തത് അതിൽ ഇന്ന മിഡ്വൈഫ്സിന്റെ റോളൊക്കെ സെൻട്രൽ ആണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ്. കാത്തി വാർവിക് എടുത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു മിഡ്വൈഫ്സിന് സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയാണ്, സ്ത്രീകൾ എടുക്കുന്ന ഓരോ തീരുമാനം എങ്ങനെയാണ് അവരെയും അവരുടെ കുട്ടീനെയും ബാധിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ, റിസ്ക്കും ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ, അവർക്കത് സാധിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ഇലക്ടീവ് സിസേറിയൻ ചൂസ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവര് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ആവശ്യാനുസരണമുള്ള അവയർനെസിന്റെയും നോളജിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ മെറ്റേണിറ്റി സർവീസിനുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ ഡെലിവറിയുടെ ഒരു ഭയത്താലോ അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ ഒന്നും ആയിരിക്കില്ല അവർ തീരുമാനം എടുക്കുന്നത്. ഈ മിഡ്വൈഫ്സ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ. ഒന്ന് വായിച്ചു നോക്കി. All of you come on. Okay, all right, അല്ലേ? ഞാൻ ക്ലിക്ക് ആയില്ലേ? ഐഡിയ മനസ്സിലായില്ലേ? Okay, I hope I've conveyed myself clearly. ഒന്ന് ബിജി ഓരോ ഓപ്ഷൻസ് ചേർത്ത് വായിച്ചു. Okay, ma'am. In the last paragraph, the writer suggests that women opt for elective cesareans because they believe what others say about childbirth.
ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അവിടെ സ്ത്രീകള് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, സ്ത്രീകൾ മിഡ്വൈഫ്സിന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ അവര് സ്ത്രീകൾ എടുക്കുന്ന തീരുമാനം അറിവിന്റെയും മെറ്റർനിറ്റി സർവീസുകളുടെ വിശ്വാസത്തിന്റെയും ബേസിലായിരിക്കും, അല്ലാതെ ഭയത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലാതെ മറ്റുള്ളവർ പറയണ കേട്ടിട്ടോ ആയിരിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ചോദ്യം എങ്ങനെയാണ്, റൈറ്റർ പറയുന്നു വിമൻ ചൂസ് ഇലക്ടീവ് സിസേറിയൻസ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ, എന്ത് കാരണത്താലാണ് സ്ത്രീകൾ ഇലക്ടീവ് സിസേറിയൻ ചൂസ് ചെയ്യുന്നത്? ബിക്കോസ് ദേ ബിലീവ് വാട്ട്, മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടാണോ അവർ ഇലക്ടീവ് സിസേറിയൻ ചൂസ് ചെയ്യുന്നത്? ഓക്കെ, അടുത്ത വായിച്ചു ബിജി. In the last paragraph, the writer suggests that women opt for elective cesareans because they follow suggestions by healthcare professionals. അപ്പൊ അതുകൊണ്ടാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് പ്രൊഫഷണൽസ് പറയുന്ന കാര്യം കേട്ടാണോ അവർ ഇലക്ടീവ് സിസേറിയൻ ചൂസ് ചെയ്യുന്നത്? അല്ല. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ, പാരഗ്രാഫില് ചൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞേക്കണേ. ഇവിടെ ചോദിച്ചേക്കുന്നത് അവര് പറഞ്ഞു ചൂസ്. നോക്കി ഞാൻ ഒന്നുകൂടി ഇത് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ദേ വിൽ ബി, അവര് ഡിസിഷൻസ് എടുക്കുന്നത് മിഡ്വൈഫ്സിന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ അവര് തീരുമാനങ്ങൾ എടുക്കുന്നത് നോളജിന്റെ അടിസ്ഥാനത്തിലും ട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലാതെ ഭയത്തിന്റെയോ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടോ ആയിരിക്കില്ല. ഓക്കെ, അപ്പോ ഇവിടെ അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് ഫ്യൂച്ചറിൽ തീരുമാനം എടുക്കുന്നത് വിൽ ബി മേക്കിംഗ്, ഫ്യൂച്ചറിൽ അവർ തീരുമാനം എടുക്കുന്നത് ഇന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ അല്ലാതെ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ അവർ ചോദിച്ചേക്കുന്നത് എന്താ, സ്ത്രീകള് എന്തുകൊണ്ടാണ് ഇലക്ടീവ് സിസേറിയൻ ചൂസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സജഷൻ ബേസ്ഡ് ആണോ അവർ സിസേറിയൻ ചൂസ് ചെയ്യണേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്തത്. In the last paragraph, the writer suggests that women opt for elective cesareans because they attend comprehensive sessions on childbirth. അവര് ചൈൽഡ് ബർത്തിന്റെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അവർ ഇലക്ടീവ് സിസേറിയൻ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അടുത്തത്. In the last paragraph, the writer suggests that women opt for elective cesareans because they have confidence in the skills of doctors performing them. സിസേറിയൻ പെർഫോം ചെയ്യുന്ന ഡോക്ടേഴ്സിനുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പൊ ചൂസ് ചെയ്യുന്നത്? ആൻസർ എന്താ? ഓക്കെ, അതെന്താ ട്രിക്ക് ആട്ടോ. അവിടെ ഫ്യൂച്ചറിൽ നോക്കി, അത് ഞാൻ പറഞ്ഞേ, ഇത് വായിച്ചു കേട്ടോ. Okay, I really believe midwives are able to make sure, if midwives are able to make sure that women understand their choices mean for them and their baby, the risks and benefit, then far fewer women will choose elective cesarean. ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു മിഡ്വൈഫ്സിന് സ്ത്രീകളെ അവരെടുക്കുന്ന തീരുമാനത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ കുറച്ച് സ്ത്രീകളെ ഇലക്ടീവ് സിസേറിയൻസ് ചൂസ് ചെയ്തുള്ളൂ. സ്ത്രീകൾ വിൽ എന്ന് പറഞ്ഞ ഫ്യൂച്ചറിലെ ഡിസിഷൻസ് മേക്ക് ചെയ്യും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നോളജിന്റെയും മെറ്റേണിറ്റി സർവീസിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ ഫിയറിന്റെയും ഹിയർസേ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടും ആയിരിക്കില്ല. അപ്പൊ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും? അപ്പൊ ഇപ്പൊ എങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യണേ? ഒന്ന് പറഞ്ഞേ, അനൂപ്, സ്മിത, അതേഴ്സ് ഒന്ന് പറഞ്ഞേ. ഫ്യൂച്ചറിൽ നോളജും ട്രസ്റ്റിലായിരിക്കും ഡിസിഷൻ മേക്ക് ചെയ്യണേ. അപ്പൊ ഇപ്പൊ എങ്ങനെയാ എന്തിന്റെ അടിസ്ഥാനത്തിൽ മേക്ക് ചെയ്യണേ? Fear of birth and hearsay. അപ്പൊ അവര് പറയുന്ന മിഡ്വൈഫ്സ് പറഞ്ഞ് കേട്ടും മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സ്ത്രീകളെ സിസേറിയൻ ചൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ അവരുടെ തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിൽ ബേസ് ചെയ്യും? അറിവിന്റെയും വിശ്വാസത്തിന്റെയും മെറ്റേണിറ്റി സർവീസിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ ഡെലിവറിയുടെ ഫിയറാലും അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടായിരിക്കില്ല ഫ്യൂച്ചറിൽ. അപ്പൊ ഇപ്പൊ എങ്ങനെയാ അവർ ചെയ്യണേ? ഇതുകൊണ്ടല്ലേ ഫിയർ ഓഫ് ബർത്തും ഹിയർസേയും. അപ്പോ നമ്മുടെ ചോദ്യം എന്താ? റൈറ്റർ പറയുന്ന പ്രകാരം സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇലക്ടീവ് സിസേറിയൻ ചൂസ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ കാര്യം ചോദിച്ചേക്കണേ. അപ്പൊ ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാ? മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടും ഫിയറിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് എ ആൻസർ. കൊടുത്ത കാര്യം വെച്ച് കൊടുക്കാത്തൊരു കാര്യത്തിനെ കുറിച്ച് ചോദ്യം ചോദിച്ചേക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ശരിക്കും അത് നോക്കണം. ലാസ്റ്റ് സെന്റൻസ് ആണ്. ഓക്കെ, അവിടെ ഫ്യൂച്ചർ പറഞ്ഞിട്ട് അവർ പറയുന്നത് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ഇതിന് പകരം. അപ്പൊ ഇപ്പൊ എങ്ങനെയാ? ആ പകരം എന്ന് നോട്ട് ബൈ എന്ന് പറഞ്ഞ ആ കാര്യം വെച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിച്ചോ കേട്ടോ, ഒന്നുകൂടി നോക്കി. ഇവിടെ നിന്ന് ഇവിടം വരെ കേട്ടോ, ശരിക്കും നോക്ക് കേട്ടോ. ഹിയർസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല, ഞാൻ ഈ ഇതിൽ ആഡ് ചെയ്തേക്കാം. ഹിയർസേ മീൻസ് നോട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്. ഹിയർസേ മീൻസ് നോട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, rather based on opinions of others or sometimes മറ്റുള്ളവർ പറയണൊക്കെ കേട്ട് നമ്മൾ പറയില്ലേ, കണ്ടിട്ടും മറ്റുള്ളവർ പറഞ്ഞ കണ്ടിട്ടും കേട്ടിട്ടും എന്ന് പറയില്ല, അത് തന്നെ സംഭവം. ഓക്കെ, യെസ്, അത് തന്നെ കേട്ടുകേൾവി. ഓക്കെ, ബേസിക്കലി അങ്ങനെയൊക്കെ കേട്ടിട്ട് ആൾക്കാരൊക്കെ പറയണ കേട്ടിട്ട് അങ്ങനത്തെ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ എടുത്ത് തീരുമാനം, അല്ലാതെ ഫാക്ട് ബേസ്ഡ് അല്ല. അപ്പൊ ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്യും, അപ്പൊ ഇപ്പൊ ഇങ്ങനെയാണ്. ഓക്കെ, നല്ലൊരു ഇതായിട്ട് അത് നോക്കണേ.
So that's it. Okay, അപ്പോൾ ഈ Thank you, ma'am. മെറ്റീരിയൽ ഞാൻ അയച്ചു തരാം, ശരിക്കും നോക്കാം. That's it for today. I'll see you guys tomorrow. ഈ മലയാളം സെഷൻസ് are done. ഇനി നെക്സ്റ്റ് വീക്കിൽ മലയാളം സെഷൻസ് ഉണ്ടാവുള്ളൂ. നാളെ റീഡിംഗ് പാർട്ടേ ആണ്. മേക്ക് ഷുവർ ടു ജോയിൻ at 10:30. Okay, സമയം എടുക്കും. അപ്പോൾ ഞാൻ exactly 10:30 സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. That's it for today. I'll send you all the materials and all the materials for today. If you have any questions, feel free to reach. Okay, thank you.